أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുസ്ലിമാക്കി. അള്ളാഹു ആക്കിയതാണ്. ഹിദായത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സമ്മാനമായിട്ട് കിട്ടുന്നൊരു ഏർപ്പാടാണ്. നാം സാധാരണ കേൾക്കാറുണ്ട് ഹിദായത്ത് ഹിദായത്ത് എന്ന് കേൾക്കാറുണ്ടെന്നാണ്. അള്ളാഹു ഹിദായത്ത് തരട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ എന്നൊക്കെ നമ്മൾ സാധാരണ നാടന്മാർ പോലും ദുആ ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. എന്താണ് ഈ ഹിദായത്ത്? ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ മുസ്തഖീമായ വഴിയിൽ ഞങ്ങൾക്ക് നീ ഹിദായത്ത് താ എന്നാണ് അതിൻ്റെ അർത്ഥം. ഫാത്തിഹ സൂറത്ത് ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമായിട്ടും ആ ദുആ നമ്മൾ പറയണം നിസ്കരിക്കുമ്പോൾ. അപ്പം അധിക പേർക്കും ഹിദായത്ത് എന്താണെന്ന് അറിയില്ല. ഹിദായത്ത് എന്താണെന്ന് അറിയാത്ത കാലത്തോളം അതിൻ്റെ വില മനസ്സിലാവില്ല. ഹിദായത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ശരിക്കും അതിനെ സന്മാർഗം എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം വെക്കാറുണ്ട്. ഈ മലയാളത്തിൽ പല വാക്കുകൾക്കും അർത്ഥം വെക്കുമ്പോൾ നമുക്കത് അതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല. മലയാളം അറബി ഭാഷയെ ഉൾക്കൊള്ളാൻ മാത്രം താക്കത്തുള്ള ഒരു ഭാഷയല്ല മലയാളം. അതുകൊണ്ടാണ്. അപ്പം ഹിദായത്ത് എന്ന് എവിടെ കേട്ടാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അവൻ്റെ ദൈനംദിന, മലയാളത്തിൽ മനസ്സിലാവുമല്ലോ ശരിക്കും, ഒരു മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവനുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളായാലും ആ പ്രശ്നങ്ങൾ മുഴുവനും അള്ളാഹുവിനോട് മാത്രം ചോദിച്ച് വാങ്ങാനുള്ള മാനസികാവസ്ഥ ആർക്കുണ്ടോ അവർ ഹിദായത്ത് കിട്ടിയവരാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ലലാലത്താണ്. ലലാലത്ത് എന്ന് പറഞ്ഞാൽ, ലാല് എന്നൊക്കെ പറഞ്ഞാൽ പിഴവ്, അപകടം, വഴിതെറ്റിയവർ. ലലാലത്ത് എന്ന് പറഞ്ഞാൽ വഴിതെറ്റിയവർ. എന്താണ് ലലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാണ് ഈ വഴികേടിലുള്ളവർ? ഒരു മനുഷ്യൻ, അവൻ നല്ല നിസ്കാരക്കാരനാണ്, നല്ല നോമ്പുകാരനാണ്, നല്ല ഇഷ്ടംപോലെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉംറ ചെയ്തിട്ടുണ്ട്, ഖുർആൻ ഓതുന്ന ആളാണ്, ദിക്ർ ചെയ്യുന്ന ആളാണ്, കൃത്യമായി 5 നേരം ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആളാണ്. പക്ഷേ അയാളുടെ ദൈനംദിന ആവശ്യങ്ങൾ വരുമ്പോൾ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയവരെയോ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ തന്നെ നമ്മൾ കൺമുമ്പിലില്ലാത്തവരോടോ നമ്മുടെ ആവശ്യങ്ങൾ ബോധിപ്പിക്കുന്ന മാനസികാവസ്ഥയുണ്ടെങ്കിൽ അവൻ ലലാലത്തിലാണ്. അവൻ എത്ര വലിയ നിസ്കാരക്കാരനായിരുന്നാലും ശരി, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു വലിയനെ ഓർമ്മ വന്നു, ഒരു ഷെയ്ഖിനെ ഓർമ്മ വന്നു, അല്ലെങ്കിൽ ഒരു തങ്ങളെ, അല്ലെങ്കിൽ നമ്മളെ കൺമുമ്പിലില്ലാത്ത ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ് നമ്മളെ കൺമുമ്പിലില്ല,
ഞാനിങ്ങനെ ചിന്തിച്ചാൽ ആ തങ്ങൾ മനസ്സിലായിക്കോളൂ. അങ്ങനെയുണ്ട് ചില തെരീക്കത്തുകൾ നമ്മുടെ നാട്ടിൽ. അയാൾ എവിടെയോ ആയിരിക്കും, പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, അപ്പം നമ്മൾ തങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതാണ് ജീവിച്ചിരിക്കുന്നവരെ ആശ്രയിക്കൽ. മറ്റേത് മരിച്ചുപോയവരെ ആശ്രയിക്കൽ. അപ്പം എന്ത് പ്രശ്നം, അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ, എന്ത് പ്രശ്നമായാലും, അത് കാലിൽ ധരിക്കുന്ന ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയാലും, വീട്ടിൽ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപ്പില്ലാതായി പോയാലും, അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്ന ഒരാളാണ് അയാളെങ്കിൽ, ആണായാലും ശരി പെണ്ണായാലും ശരി, അയാൾ ഹിദായത്തിലാണ്, അയാൾ രക്ഷപ്പെട്ടവനാണ്. അവൻ ചിലപ്പോൾ നിസ്കാരത്തിൽ അല്ലറച്ചില്ലറ അലമ്പ് കാണിക്കുന്നവനായിരിക്കാം, നോമ്പിൽ അല്ലറച്ചില്ലറ അലമ്പ് കാണിക്കുന്നവനായിരിക്കാം. അങ്ങനെ അല്ലറച്ചില്ലറ തെറ്റുകുറ്റങ്ങൾ മാനുഷികമായി മനുഷ്യനെന്ന നിലക്ക് ചില അല്ലറച്ചില്ലറ കുറ്റങ്ങൾ വരുന്നവനായിരിക്കാം. പക്ഷെ അവൻ്റെ ബന്ധം അള്ളാഹുമായിട്ട് മാത്രമാണ് എങ്കിൽ ഈ അല്ലറച്ചില്ലറ മനുഷ്യസഹജമായ തെറ്റ് അള്ളാഹു പരിഗണിക്കുകയില്ല. അവൻ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്ന ഒരുത്തനാണെങ്കിൽ. അല്ലാത്തൊരുത്തൻ വലികളെ ആശ്രയിക്കുന്നവർ, ജിന്നുകളെ ആശ്രയിക്കുന്നവർ, മലക്കുകളെ ആശ്രയിക്കുന്നവർ, തങ്ങന്മാരെ ആശ്രയിക്കുന്നവർ, മരിച്ചുപോയവർ, അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ലോകത്തുള്ള ഏതെങ്കിലും നാട്ടിലുള്ള തങ്ങളെ മനസ്സിൽ തന്നെ ധ്യാനിച്ച തങ്ങളോട് തങ്ങളെ, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് ജീവിച്ചിരിക്കുന്നവരെ വിളിക്കുന്നു. പണ്ടൊക്കെ മരിച്ചവരെയാണ് വിളിക്കുക, ഇപ്പം ജീവിച്ചിരിക്കുന്നവരെ തന്നെ വിളിക്കുന്ന രീതി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ലലാലത്തിലാണ്. ഇതാണ് ഹിദായത്ത്. അപ്പോൾ മക്കളടക്കം പഠിച്ചിരിക്കണം. ഹിദായത്ത്, ലലാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വാക്യങ്ങൾ. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വാക്യം ഹിദായത്ത്, ലലാലത്ത്. ഹിദായത്ത് അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നം അള്ളാഹുവിനോട് മാത്രം. ഇപ്പം ബാപ്പാനോടൊരു കാര്യം പറയണം മക്കൾക്ക്, ബാപ്പാനടുത്തൊരു ആവശ്യം നേടിയെടുക്കണം. എന്തെങ്കിലും ആവശ്യം, ഒരു എഴുതുന്ന പേനയായാലും ശരി, കാൽ ധരിക്കുന്ന ചെരുപ്പായാലും ശരി, ബാപ്പാനോട് പറയണം, ബാപ്പ എനിക്കൊരു ചെരുപ്പ് വേണം. അതിന് മുമ്പേ ആ വിഷയം അള്ളാഹിനെ അറിയിച്ചിരിക്കണം. അതാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം. അള്ളാഹ് എനിക്കൊരു ചെരുപ്പ് വേണം, ഞാൻ എൻ്റെ ബാപ്പാനോട് പറയാൻ പോവുകയാണ്. ആ വിഷയം ആദ്യം അള്ളാഹിനെ അറിയിക്കണം. എന്നിട്ട് ബാപ്പാനോട് പോയിട്ട് പറയണം, ബാപ്പ എനിക്ക് ചെരുപ്പ് വേണം. പക്ഷെ ഇപ്പം ശരിക്കും ഇത് മനസ്സിലായ ബാപ്പയാണെങ്കിൽ എന്ത് പറയും? ബാപ്പ എങ്ങനെയാണ് മോനെ ചെരുപ്പ്? നീ അള്ളാഹോട് ചോദിക്കുക. അള്ളാഹു അല്ലേ കാര്യങ്ങളുടെയൊക്കെ ഉടമസ്ഥൻ. ബാപ്പാക്ക് എന്തിരിക്കുന്നു? ബാപ്പാക്ക് അള്ളാഹ് തന്നതല്ലേ. അപ്പം മക്കൾ പറയണം, അള്ളാഹോട് പറഞ്ഞിട്ട് തന്നെയാണ് ബാപ്പ അടുത്തേക്ക് വന്നിരിക്കുന്നത്. മാഷാ അല്ലാഹ്, ആകാശത്തിൽ ആ മക്കൾ ചർച്ച ചെയ്യപ്പെടും. മക്കൾക്കിടയിൽ ആ മക്കളെപ്പറ്റി ചർച്ച ചെയ്യപ്പെടും. അള്ളാഹോട് വന്നിട്ടാണ് ബാപ്പ അടുത്തേക്ക് വന്നത്, ബാപ്പാക്ക് കഴിയില്ലാന്ന് നമുക്കറിയാം എന്ന് പറയുന്ന മക്കളായിരിക്കണം. ആ രീതിയിൽ ഹിദായത്ത് പഠിച്ചിരിക്കണം മക്കൾ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിനോട് മാത്രം പറയുന്ന രീതി. അപ്പം ദീനുള്ള മാതാപിതാക്കൾ, അതായത് തൗഹീദുള്ള ഹിദായത്തിൻ്റെ പ്രകാശം ലഭിച്ച മാതാപിതാക്കൾ എപ്പോഴും അള്ളാഹുവിനെയാണ് മക്കളെ പരിചയപ്പെടുത്തുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അള്ളയില്ല മക്കളെ മനസ്സിലൊരിക്കലും ബാപ്പ, ഉമ്മ, ബിസിനസ്, സമ്പത്ത്, ഇതൊന്നും ആ ഒരു ആശ്രയ വസ്തുവായിട്ട് മക്കളെ മനസ്സിൽ വരരുത്. അതൊക്കെ എപ്പോഴും നീങ്ങുന്ന വസ്തുക്കളാണ്. നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച വസ്തുക്കളാണ്. അള്ളാഹു ചിലപ്പോൾ തിരിച്ചെടുത്തെന്ന് വരും, അള്ളാഹു കാക്കട്ടെ. അപ്പോൾ എപ്പം നമ്മളെ ബന്ധം അള്ളാഹുവായിട്ടാവുമ്പോൾ എന്തുണ്ട്, അള്ളാഹ്ക്ക് ഉറപ്പാണ് ഇവൻ്റെ അടുത്ത് എത്ര കൊടുത്താലും ശരി ഇവൻ്റെ മനസ്സ് എന്നിലേക്കേ വരുള്ളൂ. ആ രീതിയിൽ നമ്മൾ ഉറപ്പുണ്ടാക്കി കൊടുക്കണം അള്ളാഹ്ക്ക്. അതാണ് ഹിദായത്തിൻ്റെ അടയാളം. ലലാലത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ സാധാരണ മനസ്സിലാക്കുന്നത്, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്, നല്ല ഹിദായത്തിലാണില്ല. ഒരിക്കലും ഇല്ല. ഹിദായത്ത് കിട്ടിയതിൻ്റെ അടയാളമല്ല നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നത്. അത് ഇസ്തിഖാമത്തിൻ്റെ അടയാളമാണ്. ഹിദായത്ത് വേറെ, ഇസ്തിഖാമത്ത് വേറെ. കുറച്ച് കട്ടിയുള്ള വാക്കുകളാണ്. ഇൻഷാ അല്ലാഹ് ക്രമേണ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. തുടർന്ന് കേൾക്കാൻ ഏർപ്പാടുകൾ ഉണ്ടായിക്കോളണം. ഞാൻ ഒറിജിനൽ ദീനുൽ ഇസ്ലാമിൻ്റെ, അതായത് 313 മുർസലീങ്ങൾ ലോകത്തോട് എന്താണ് പറഞ്ഞത് അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കട്ടി കൂടും. സാധാരണ വയല് കേൾക്കുന്ന ലാഘവത്തോടെ ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ആദ്യം അത് ഹിദായത്ത്. ഈ ഹിദായത്ത് എങ്ങനെയാണ് കിട്ടുക? തീർച്ച ആര് വിചാരിച്ചാലും ഒരാൾക്ക് ഹിദായത്ത് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. ഒരു നബി വിചാരിച്ചാൽ നടക്കൂല, ഒരു റസൂൽ വിചാരിച്ചാൽ നടക്കൂല, ഒരു വലിയ വിചാരിച്ചാൽ നടക്കൂല, ഒരു തങ്ങൾ വിചാരിച്ചാൽ നടക്കൂല.
ആര് വിചാരിച്ചാലും ഒരാൾക്ക് ഹിദായത്ത് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. അതിനുള്ള ഉദാഹരണം എന്താണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട റസൂലാണ്, ഒന്നാമത്തെ റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖുർആനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നൂഹ് നബിയെ പറ്റി. ആ നൂഹ് നബി വിചാരിച്ചിട്ട് സ്വന്തം ഭാര്യയ്ക്ക് ഹിദായത്ത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. 950 കൊല്ലം മെനക്കെട്ടിട്ടുണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവിൽ റസൂലായിട്ട്. ഈ 950 കൊല്ലം മെനക്കെട്ടിട്ടും ഭാര്യയെ മുസ്ലിമാക്കാൻ നൂഹ് നബിക്ക് പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ നൂഹ് നബിൻ്റെ ഒരു മകനുണ്ട്. ആ മകൻ നരകത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഈ ഭാര്യ നരകത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നബി വിചാരിച്ചിട്ട് സ്വന്തം ഭാര്യയ്ക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല, സ്വന്തം മോന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്, അള്ളാഹിൻ്റെ ഖലീലാണ്, അള്ളാഹിൻ്റെ കൂട്ടുകാരൻ എന്ന് അള്ളാഹ് പറഞ്ഞത്. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അള്ളാഹ് പറഞ്ഞതാണ് ഇബ്രാഹിം കൂട്ടുകാരനാണെന്ന്. പക്ഷേ ആ ഇബ്രാഹിം നബി വിചാരിച്ചിട്ട് സ്വന്തം ബാപ്പാനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ബാപ്പ നരകത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാളെ ആഖിറത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചത്ത കഴുതപ്പുലിയുടെ ശരീരം വലിച്ചെറിയുന്നത് പോലെ ഇബ്രാഹിം നബിൻ്റെ ബാപ്പാനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന്. അവിടെ ബാപ്പയാണ്, ഉമ്മയാണ്, ഭാര്യയാണ്, മക്കളാണ്, ഒരു പരിഗണനയും അല്ലാഹു തആല നൽകില്ല ഹിദായത്ത് കൊടുക്കുന്ന വിഷയത്തിൽ. അതേ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? അബൂജഹലിന് ഹിദായത്ത് കൊടുത്തില്ല, അബൂജഹലിൻ്റെ മകൻ ഇക്രിമത്ത് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു. ഉമർ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽക്കിനെ കൊല്ലാൻ നടന്ന ആളാണ്. പക്ഷേ അഷ്റഫുൽ അല്ലാഹു തആല ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഹിദായത്ത് കൊടുത്ത് സ്വന്തക്കാരനാക്കി. അതേസമയത്ത് അബൂ താലിബ് റസൂലുള്ളാഹിനെ വഫാത്താകുന്നത്, അബൂ താലിബ് മരിക്കുന്നത് വരെ അഷ്റഫുൽ ഖൽക്കിനെ കണ്ണിലുണ്ണിയായിട്ട് നോക്കിയ മൂത്താപ്പയാണ് അബൂ താലിബ്. ആ അബൂ താലിബിന് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തില്ല. അബൂ താലിബ് നരകത്തിലാണ് നാളെ. നമ്മൾ ആലോചിച്ച് നോക്കണം. അഷ്റഫുൽ ഖൽക്കിനെ ഇത്രമാത്രം സ്നേഹിച്ച, ഇത്രമാത്രം അള്ളാഹിൻ്റെ റസൂലിനെ സംരക്ഷിച്ച ഒരാൾ വേറെ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ. പക്ഷേ ഹിദായത്ത് അള്ളാഹ് കൊടുത്തെങ്കിലേ രക്ഷപ്പെടാൻ പറ്റും. അഷ്റഫുൽ ഖൽക്ക് ഒരുപാട് കരഞ്ഞു, അബൂ താലിബിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരുപാട് കരഞ്ഞു, ഹിദായത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാതെ. അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിങ്ങൾക്കിഷ്ടമാണ്, നിങ്ങൾക്ക് സ്നേഹമാണ്, അതുകൊണ്ടൊന്നും ഹിദായത്ത് കൊടുക്കാൻ പറ്റൂല മുഹമ്മദ് നബിയെ. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അള്ളാഹ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം കൊടുക്കേണ്ടത് എന്ന്. അവർക്ക് മാത്രമേ ഹിദായത്ത് കൊടുക്കൂ. അഷ്റഫുൽ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഇതാണ് ഹിദായത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഹിദായത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ സ്വന്തത്തോട് ചോദിക്കണം, ഞാൻ ഈ ഹിദായത്തിലാണോ? ചെറിയവരായാലും വലിയവരായാലും പെണ്ണുങ്ങളായാലും ഞാനായാലും നിങ്ങളായാലും സ്വന്തത്തോട് ചോദിക്കണം, ഞാൻ ഈ ഹിദായത്തിലാണോ? ആ ചോദ്യത്തിന് നമ്മൾ തന്നെ മറുപടി കണ്ടെത്തണം. ആണെങ്കിൽ ആണ്. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ അള്ളാനെ മാത്രമേ ആശ്രയിക്കുള്ളൂ. ഇതുവരെയുള്ള അവസ്ഥ വിട്, ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ അള്ളാനെ മാത്രമേ ആശ്രയിക്കുള്ളൂ. ഒരാളെയും ഇനി ആശ്രയിക്കുന്ന പ്രശ്നമില്ല. എൻ്റെ അള്ളാഹിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹിനോട് കൂടെ. ആ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ വല്ലാഹി നമ്മൾ ഹിദായത്തിലാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഒരുപാട് നിസ്കരിക്കുന്ന, ഒരുപാട് നോമ്പ് വെക്കുന്ന, ഒരുപാട് ഹജ്ജ് ചെയ്യുന്ന, ഒരുപാട് ഉംറ ചെയ്യുന്ന അവരൊക്കെയാണ് വലിയ ഹിദായത്തുള്ളവർ. നമുക്കൊന്നെന്ത് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ മാത്രം ആശ്രയിക്കുന്ന മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഹിദായത്തിലാണ്. ലലാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് വെക്കുന്ന ആളാണ്, മസ്ജിദുൻ നബവിയിൽ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ 1000 പ്രതിഫലം കിട്ടാൻ വേണ്ടി അവിടെ തന്നെ മാസങ്ങളോളം കഴിഞ്ഞുകൂടുന്ന ആളാണ്. പക്ഷേ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അഷ്റഫുൽ ഖൽക്കിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് തങ്ങളെ എന്നെ ഒന്ന് കാക്കണേ എന്നാണ് പറഞ്ഞതെങ്കിൽ ഇത് മുഴുവനും ബാത്തിലായി, മുഴുവനും പൊളിഞ്ഞു. അവൻ്റെ ഹിദായത്ത് ലലാലത്തായി മാറി. റസൂലുള്ളാഹി തങ്ങളോട് പോലും അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു കാര്യം നബി തങ്ങളടുത്ത് പോയി ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല. അതാണ് ഹിദായത്തിൻ്റെ കട്ടിയുള്ള ഹിദായത്തിൻ്റെ അടയാളം. ഈ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് എന്ന് അള്ളയാണ് നമ്മൾ അറിയിച്ചത്. അല്ലാഹു തആല പറഞ്ഞു ആരോട്? നമ്മളോട്. ഇനി നമ്മളെ കാര്യം ആലോചിക്കാം. നമ്മളോട് പറയുന്ന അല്ലാഹു തആല, നമ്മൾ ഏതവസ്ഥയിലാണ്? നമ്മൾ മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി വളർന്നവരാണ്, ഇസ്ലാം അത്യാവശ്യമൊക്കെ പഠിച്ചവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പ് വെക്കുന്നവരാണ്, മാഷാ അല്ലാഹ് ഇപ്പോൾ ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി വന്നവരാണ്, ഇനി ഹജ്ജിന് വേണ്ടി അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, ഇൻഷാ അല്ലാഹ് ഹജ്ജിന് വേണ്ടി വരേണ്ടവരാണ്. ഇതൊക്കെ അള്ളാഹു തആല നമുക്ക് ചെയ്തു തന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഹിദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
എങ്കിൽ നമുക്കല്ലാഹു താല ഹിദായത്ത് തന്നിട്ടുണ്ട്. ഏത് ഹിദായത്ത്? നൂഹ് നബിൻ്റെ ഭാര്യക്കും ലൂത്ത് നബിൻ്റെ ഭാര്യക്കും അള്ളാഹു കൊടുത്തിട്ടില്ല ആ ഹിദായത്ത്. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. അല്ലാഹു തആല ഉദാഹരണം പറഞ്ഞു തരുന്നു. ഹിദായത്ത് കിട്ടുകയും കിട്ടാതിരിക്കുകയും ചെയ്യുന്നവരുടെ ഉദാഹരണം. അതിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത്ര വലിയ സാധനമാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം, കുട്ടികളായാലും വലിയവരായാലും. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങളെ ഹിദായത്തിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇംറഅത നൂഹ് എന്ന പ്രവാചകന്റെ ഭാര്യയെ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. വംറഅത ലൂത്തിൻ്റെ ഭാര്യയെയും നിങ്ങൾക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. അല്ലാഹുവാണ് പറയുന്നത് സൂറത്തു തഹരീമിൽ. നിങ്ങൾക്ക് കിട്ടിയ ഹിദായത്ത് അല്ലാഹ് മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന ആ മാനസികാവസ്ഥ, ഞാൻ എന്ത് പ്രയാസപ്പെട്ടാലും ശരി അല്ലാത്തവരെ സമീപിക്കുന്ന പ്രശ്നമില്ല, ആ മാനസികാവസ്ഥ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് ആർക്ക് നിങ്ങൾക്ക് കിട്ടിയ ആ ബഹുമാനം നൂഹിൻ്റെ പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടില്ല അല്ലാഹു തആല. ഇംറഅത നൂഹ്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്, ഇബ്രാഹിം നബിൻ്റെ സഹോദരനാണ്, ആ പെണ്ണുങ്ങൾക്കും കൊടുത്തില്ല. ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. ഇംറഅത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണ്, ഭാര്യയെ പറ്റിയാണ് പറയുന്നത്. എത്രത്തോളം അല്ലാഹു തആല അവരെ അഡ്രസ്സ് പറഞ്ഞു തരുന്നു. ആ പെണ്ണുങ്ങളുടെ അഡ്രസ്സ് കാനത്ത, ആ രണ്ട് പെണ്ണുങ്ങളുമായിരുന്നു. തഹിത്ത അബ്ദൈനി മിൻ ഇബാദിന സ്വാലിഹൈൻ, എനിക്കിഷ്ടപ്പെട്ട രണ്ട് അടിമകളുടെ ഭാര്യമാരായിരുന്നു അവർ. എന്നിട്ടും അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തില്ല. വഖീലതു ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈഅ, സ്വന്തം ഭർത്താവ് ലൂത്ത് നബി പ്രവാചകനാണ്, റസൂലാണ്. അതേപോലെ തന്നെ നൂഹ് നബി റസൂലാണ്, നബിയാണ്. എന്നിട്ടും ആ രണ്ട് പെണ്ണുങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് നേടാനുള്ളത് നേടാൻ കഴിഞ്ഞിട്ടില്ല. വഖീലതുഖുലൻ നാറ മഅദ്ദാഖിലീൻ, നരകത്തിൽ കരിഞ്ഞൊടുങ്ങുന്നവരോടൊപ്പം നിങ്ങൾ ഒടുങ്ങിക്കൊള്ളുക എന്നീ രണ്ട് പെണ്ണുങ്ങളോട് അള്ളാഹു പറയുന്നതാണ് ഖുർആൻ. ഇതാണ് ഹിദായത്തിൻ്റെ വില. ആ ഹിദായത്താണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. എങ്കിൽ എത്ര പൊന്നുപോലെ നമ്മളത് സൂക്ഷിക്കണം. അതേത് സമയത്തും ദലാലത്താകാം. ഹിദായത്ത് ഏത് സമയത്തും സസ്പെൻഡാവാം, ഏത് സമയത്തും ഡിസ്മിസ്സാവാം, ഏത് സമയത്തും ഡാമേജുകൾ വന്ന് ഉപയോഗശൂന്യമാവാം. അത് വരാതെ സൂക്ഷിക്കുന്നതിൻ്റെ പേരാണ് ഇസ്തിഖാമത്ത്. ഹിദായത്തിനെ നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടാണ് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കേണ്ടതാണ്. ഹിദായത്ത് നമ്മൾ അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല, അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നതാണ്. ഒരാൾക്ക് ഹിദായത്ത്, ഒരാൾ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ ഞാൻ എൻ്റെ അള്ളാഹുവിനോട് പറയുക. ദുനിയാവിൻ്റെ ആവശ്യമായാലും ശരി, ആഖിറത്തിൻ്റെ ആവശ്യമായാലും ശരി, അടുക്കളൻ്റെ ആവശ്യമായാലും ശരി, അങ്ങാടിയിലെ ആവശ്യമായാലും ശരി, ഞാൻ എൻ്റെ അള്ളാഹിനോട് മാത്രമേ പറയാറുള്ളൂ. അത്രേ എനിക്ക് ശീലമുള്ളൂ. അല്ല ഇന്നാളെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് പോയിട്ട് അതെനിക്കറിയണ്ട. അത് ഹിന്ദുക്കൾ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതും അള്ളാഹുവാണ്, ക്രിസ്ത്യാനികൾ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതും അള്ളാഹുവാണ്. പക്ഷെ ഹിദായത്തിനൊന്നും ഷർത്തല്ല, ഇതിനൊന്നും ഷർത്തല്ല. അതുകൂടി മനസ്സിലാക്കിക്കോളി. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ രണ്ട് രീതിയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്ന്, ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഇസ്തിഖാമത്തിൻ്റെ വഴി, അതാണ് ദീനുൽ ഇസ്ലാമിലൂടെ നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തത്, ജീവിതാവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ, അതിന് ഇസ്ലാം ഷർത്തില്ല. അള്ളാഹു തആല അത് ഷർത്താക്കി വെച്ചിട്ടില്ല. ഒരാൾ കച്ചവടത്തിൽ ഒരുപാട് ലാഭം, ഒരു മുസ്ലിം ബിസ്മില്ലാ പറഞ്ഞിട്ട് കട തുറക്കുന്നു രാവിലെ, അയാൾക്ക് വൈകുന്നേരം ആകുമ്പോൾ 1000 10,000 ലാഭം കിട്ടുന്നു. അത് ബിസ്മില്ല പറഞ്ഞ് കട തുറന്നത് കൊണ്ടാണ് എന്നൊരിക്കലും നമ്മൾ വിശ്വസിച്ച് പോകരുത്. കാരണം ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് കട തുറക്കുക എന്നുള്ള ഇബാദത്തും ഈ 10,000 രൂപയുടെ ലാഭവും തമ്മിൽ ബന്ധമില്ല. കാരണം തൊട്ടപ്പുറത്തുള്ള ഒരു ക്രിസ്ത്യാനി യേശുവിനെ വിളിച്ചിട്ടാണ് കട തുറക്കുക, അവനും വൈകുന്നേരം 1000 10,000 കിട്ടും. അള്ളാഹു ആണ് കൊടുക്കുന്നത്. അവൻ യേശുവിനെയാണ് വിളിച്ചത്, പക്ഷെ കൊടുക്കുന്നത് അള്ളാഹുവാണ്. എന്തുകൊണ്ട്? അള്ളാഹു ഒരുത്തൻ്റെ ആദർശം നോക്കിയിട്ടല്ല കച്ചവടത്തിൽ ലാഭം കൊടുക്കുന്നത്, ആവശ്യം നോക്കിയിട്ടാണ്. ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാൻ അള്ളാഹു ആദർശം നോക്കാറില്ല. അതേസമയത്ത് ഹിദായത്ത് നിലനിർത്തുന്നതിന് ആദർശം ഷർത്താണ്. നമ്മളെപ്പോഴും ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. അധിക പേരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും തരത്തിലുള്ള ഇബാദാത്തുകളെ നമ്മൾ ദുനിയാവിൻ്റെ ഏർപ്പാടുമായിട്ട് ബന്ധിപ്പിക്കും. അത് അപകടമാണ്. ഫിറൗന് വാരി കോരിക്കൊടുത്തു അല്ലാഹു തആല.
നമ്രൂദിന് വാരി കോരിക്കൊടുത്തു അല്ലാഹു തആല, അബൂജഹലിന് വാരി കോരിക്കൊടുത്തു അല്ലാഹു തആല. ഇതൊന്നും അവരുടെ ആദർശം ശരിയായതുകൊണ്ട് കൊടുത്തതല്ല. അല്ലാഹു തആല പ്രവാചകൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു അല്ലാഹുവിനോട്, റബ്ബന ഇന്നക ആതൈത ഫിർഔന വമലഅഹു അംവാലൻ വസീനത്തൻ ഫിൽ ഹയാത്തിദ് ദുനിയ. അല്ലാഹുവേ, നീയാണല്ലോ ഈ ഫിർഔന് ഇത് വാരിക്കോരി കൊടുത്തിരിക്കുന്നത്. അംവാലൻ, ഒരുപാട് പണം നീ ഫിർഔന് കൊടുത്തു. വസീനത്തൻ, ജീവിതത്തിൻ്റെ ആർഭാടങ്ങളും നീ ഫിർഔന് കൊടുത്തു. അല്ലാഹ് അത് ഉപയോഗിച്ചിട്ടാണ് അവൻ ജനങ്ങളെ പിഴപ്പിക്കുന്നതും ആക്രമിക്കുന്നതും. അവൻ്റെ ഹൃദയത്തിൽ ഒത്തുമിസ് അല കുലൂബി, അവൻ്റെ കൽബിനെ നീ ഒന്ന് പൂട്ടിട്, അവൻ്റെ കൽബിനെ നീ ഒന്ന് പൂട്ടിട്, അവൻ്റെ മുതലിനെ, അവൻ്റെ സമ്പത്തിനെ നീ ഒന്ന് കൺട്രോൾ ചെയ്. ഹത്താ യറവുൽ അദാബ് ഹത്താ ഫലാ യുമിനു ഹത്താ യറവുൽ അദാബ്, ശിക്ഷ കാണാണ്ട് ഇവർ നന്നാവൂല. അപ്പോഴാണ് അല്ലാഹു തആല മൂസ നബിയോട് പറഞ്ഞത്, മൂസ, നീ വിവരമില്ലാത്തവർ പറയും പോലെ പറയരുത് മൂസ. ആ വസ്തുക്കളും ആ സമ്പത്തുമായ അധികാരവും പണവുമാണ് ഒരു മനുഷ്യൻ്റെ ഹിദായത്തിന് നിദാനമെന്ന് നീ ചിന്തിച്ചു പോകരുത്. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക്, എല്ലാവർക്കും, അവർക്കും ഇവർക്കും, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മജൂസികൾക്കും നിരീശ്വരവാദികൾക്കും ഭൗതികവാദികൾക്കും അള്ളാഹിനെ ചീത്ത പറയുന്നവർക്കും അള്ളാഹിൻ്റെ ഒന്നിച്ച് വേറെ അള്ളയുണ്ടെന്ന് പറയുന്നവർക്കും അള്ളേ ഇല്ല എന്ന് പറയുന്നവർക്കും എല്ലാവർക്കും കൊടുക്കുന്നത് ഞാനാണ്. അല്ലാഹു തആല പറയും ദുനിയാവിനെ പറ്റി, കുല്ലൻ നുമിദ്ദു ഹൗലാ വഹൗലാ, അവർക്കും ഇവർക്കും എല്ലാം ഞാനാണ് മുഹമ്മദ് നബിയെ നീട്ടി കൊടുക്കുന്നത്. മിൻ അതാഇ റബ്ബിക്, നിങ്ങളെ റബ്ബിൻ്റെ കൊടുതികൾ, നിങ്ങളെ റബ്ബിൻ്റെ സമ്മാനങ്ങൾ, ഇതെല്ലാം അവർക്ക് ഞാനാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ റബ്ബിൻ്റെ ഈ കൊടുക്കുന്ന പരിപാടി, അതിനൊരു അതിരില്ല മുഹമ്മദ് നബിയെ. അതുകൊണ്ട് അത് വെച്ചിട്ടൊന്നും നിങ്ങൾ ഹിദായത്തിനെ അളക്കണ്ട നബിയെ, ഹിദായത്തിനെ വേറെ തന്നെ വഴിക്കുക. നമ്മൾ എല്ലാവരും മുസ്ലിമീങ്ങളെ മഹാഭൂരിപക്ഷവും ചെന്നെത്തിപ്പെട്ടിരിക്കുന്ന വലിയ അപകടത്തിൻ്റെ വഴി അതാണ്. ദുനിയാവിൻ്റെ വസ്തുക്കളെ നേടുന്നതിന് ഇസ്ലാമിനെ ഉപയോഗിക്കുക എന്ന രീതി ഇല്ല, ഒരിക്കലുമില്ല. ദുനിയാവിൻ്റെ വസ്തുക്കളെ നേടാൻ അല്ലാഹു തആല ഇസ്ലാമിനെ ഷർത്താക്കി വെച്ചിട്ടില്ല. മുസ്ലിമായിട്ട് ജീവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദുനിയാവ് കിട്ടാൻ, കച്ചവടത്തിൽ ലാഭം കിട്ടാൻ, കച്ചവടത്തിൽ ഐശ്വര്യം കിട്ടാൻ, അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ കയറ്റം കിട്ടാൻ, അല്ലെങ്കിൽ ഭാര്യനെ കിട്ടാൻ, മക്കളെ കിട്ടാൻ, ഭർത്താവിനെ കിട്ടാൻ, ഇതൊന്നും അല്ലാഹു തആല ഇസ്ലാമിനെ ഷർത്താക്കി വെച്ചിട്ടില്ല. ബിസ്മി ചൊല്ലി വിവാഹം കഴിക്കുന്ന ഒരു മുസ്ലിം, അവനിക്ക് നല്ല ചുറുക്കുള്ള മക്കളെ കൊടുക്കുന്നത് അല്ലാഹുവാണ്. യേശുവിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ഒരു ക്രിസ്ത്യാനി, അവനിക്ക് ചൊറുക്കുള്ള മക്കളെ കൊടുക്കുന്നത് അല്ലാഹുവാണ്. യേശുവാണെന്ന് വിശ്വാസം ഉണ്ടായിരിക്കെങ്കിലും ക്രിസ്ത്യാനികൾക്ക് പോലും വിശ്വാസമുള്ള യേശുവാണ് മക്കളെ തരുന്നത്. രാമനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ഒരു ഹിന്ദു, അവനിക്ക് നല്ല മക്കളെ കൊടുക്കുന്ന അല്ലാഹുവാണ്. പാർട്ടി ഓഫീസിലെ മാലയിട്ട് കല്യാണം കഴിക്കുന്ന ഒരു നിരീശ്വരവാദി, അവനിക്കും മക്കളെ കൊടുക്കുന്ന അല്ലാഹുവാണ്. കാരണം കല്യാണം കഴിക്കുന്നവൻ്റെ ആദർശം നോക്കിയിട്ടല്ല അല്ലാഹ് മക്കളെ കൊടുക്കുന്നത്, മറിച്ച് അവൻ്റെ ആവശ്യം നോക്കിയിട്ടാണ്. അപ്പം മക്കളെ ആവശ്യക്കാരൻ ആരാണോ അവർക്കല്ല മക്കളെ കൊടുക്കണം. ഇതാണ് അല്ലാഹ്, ഇത്ര വലിയവനാണ് അല്ലാഹ്. അല്ലാഹു അക്ബർ എന്ന വാക്കിൻ്റെ അർത്ഥം ഭയങ്കരമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ഈ വലിയവെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഗൗരവം നമുക്ക് തിരിഞ്ഞിട്ടില്ല, കാരണം അല്ലാഹ് നമുക്ക് ഇതിനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു തആല എല്ലാവർക്കും വാരി കോരി കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ നിന്നാണ് ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് ഹിദായത്ത് കൊടുത്തിട്ട് അല്ലാഹ് അവൻ്റെ സ്വന്തക്കാരാക്കുന്നത്. അല്ലാഹ് അവൻ്റെ സ്വന്തക്കാരാക്കുന്നത്, അതിനാണ് ഹിദായത്ത് വെച്ചിരിക്കുന്നത്. അത് വളരെ ചെറിയൊരു ന്യൂനപക്ഷം, വളരെ ചെറിയൊരു ന്യൂനപക്ഷം. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, കോടിക്കണക്കിന് ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ട് മേറാജിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ഇത് മുഴുവനും നിങ്ങളെ ഉമ്മത്താണ്, പക്ഷേ ഇതിൽ നിന്ന് 70,000 പേരെ സ്വർഗത്തിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ മുഴുവൻ നരകത്തിന്. കാരണം ഹിദായത്തിൻ്റെ സൗഭാഗ്യം ലഭിച്ചവർ അത്രയേ ഉണ്ടാവുള്ളൂ. മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനി, ഇതെല്ലാം കാര്യം. ഹിദായത്താർക്ക് കിട്ടി എന്നുള്ളതാണ് കാര്യം. അറബി ഭാഷയിലാണ് പേര്. രാവിലെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. കല്യാണം കഴിച്ചതിന് ജവ്വത്തുക്ക വാങ്കത്തുക്ക അൽ ഫാത്തിഹ പറഞ്ഞിട്ടാണ്. എല്ലാം മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ ചിട്ട അനുസരിച്ചാണ് മുസ്ലിമായിട്ട് എല്ലാം മുസ്ലിം. ആ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയൊന്നും ബന്ധമില്ല. പക്ഷേ ഹിദായത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ ഹിന്ദുവും ഈ മുസ്ലിമും തമ്മിൽ യാതൊരു വ്യത്യാസവും അള്ളാഹുവിൻ്റെ മുമ്പിലില്ല. അപ്പം ഹിദായത്ത് അല്ലാഹു തആല സമ്മാനമായിട്ട് തരേണ്ടതാണ്. അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഏർപ്പാടാണ് ഇസ്തിഖാമത്ത്
ഇസ്തിഖാമത്തിന് വേണ്ടി അല്ലാഹു തആല വെച്ചത് അഅ്മാലുകൾ, കർമ്മങ്ങൾ. കർമ്മങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്വർഗത്തിൽ പോകാനുള്ളതല്ല കർമ്മങ്ങൾ ഇസ്തിഖാമത്തിന് വേണ്ടിയുള്ളതാണ്. ഇസ്തിഖാമത്ത് എന്തിനു വേണ്ടിയുള്ളതാണ്? ഹിദായത്ത് മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്താനുള്ളതാണ്. ആ ഹിദായത്ത് മരിക്കുന്നത് വരെ ലൈവായി നിൽക്കുകയും ആ അവസ്ഥയിൽ മരിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. അലാമാക്കാന മിനൽ അമൽ, പിന്നെ അവൻ്റെ അമലിനെ പറ്റി അല്ലാഹു തആല നോക്കുന്ന പ്രശ്നമില്ല. ഓൻ ഭൂമിയിൽ എന്തൊക്കെയാ ചെയ്തു വെച്ച് നോക്കുന്ന പ്രശ്നമില്ല. പിന്നെ നിസ്കാരം, നോമ്പ്, അത് സ്വർഗത്തിൽ ദർജ കൂടാനുള്ളതാണ്. സ്വർഗത്തിൽ പോകാനുള്ള താക്കോല് ഹിദായത്താണ്. ബാക്കിയുള്ളത് നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ആ ഹിദായത്ത് മരിക്കുന്നത് വരെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഊർജമാണ്. ഹിദായത്ത് നിലനിർത്താനുള്ള പവറാണ് അഅ്മാലുകൾ. ഇതെല്ലാം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ ഉൾപ്പെടുത്തി തന്നു. 3 കാറ്റഗറിയാണ് അല്ലാഹുവിൻ്റെ ദീൻ. 3 കാറ്റഗറികളാണ് അല്ലാഹുവിൻ്റെ ദീൻ. ഒന്നാമത്തത് ഇസ്ലാം, രണ്ടാമത്തത് ഈമാൻ, മൂന്നാമത്തത് ഇഹ്സാൻ. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ആദ്യം മുസ്ലിമാകുക, പിന്നെ മൂമിനാകുക, പിന്നെ മുഹ്സിനാകുക. ഈമാൻ, ഇഹ്സാൻ എന്താണ് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. ആദ്യത്തെ കാറ്റഗറിയിൽ ഇപ്പം നമുക്ക് കടക്കാം. ഇസ്ലാം ഒരു മനുഷ്യൻ്റെ പ്രൈമറി സ്റ്റേജാണ്. ഈമാൻ സെക്കൻഡറി സ്റ്റേജാണ്. ഇഹ്സാൻ ഫൈനൽ സ്റ്റേജാണ്. മുഹ്സിനായിട്ട് മരിക്കണം. മുസ്ലിമും മൂമിനുമായിട്ട് മരിക്കുന്നതിലല്ല കാര്യം, മുഹ്സിനായിട്ട് മരിക്കണം. നേരെ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് പോകാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പരീക്ഷിച്ച എല്ലാ നബിമാരെയും പരീക്ഷിച്ചു. എന്തിനെന്നറിയോ? അവരെ മുഹ്സിനാക്കാൻ. അല്ലാഹു തആല പറഞ്ഞില്ലേ ഇബ്രാഹിം നബിനെ പറ്റി, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം നബിനെ കഷ്ടപ്പെടുത്തി അവസാനം മോനെ അറുക്കാൻ വരെ പറഞ്ഞു. അതിനും തയ്യാറായി ഇബ്രാഹിം നബി, അറുക്കാൻ തയ്യാറായി. കിടത്തി, കത്തിയെടുത്തു, കഴുത്തറുത്തു, മുറിച്ചു. പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പന മുറിയരുതെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന നിർത്താൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ അയച്ചു ഒരാട്ടുമായിട്ട്. അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇന്നാ കദാലിക നജ്സിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ല, ഇന്നാ കദാലിക നജ്സിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞില്ല, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന് വെച്ചാൽ ഫൈനൽ കോഴ്സ് ഇബ്രാഹിം നബി പാസ്സായി. ഭയങ്കര സംഭവമായി ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും പോലെ ഒന്നല്ല കാര്യം. നമ്മുടെ നാട്ടുകാർക്ക്, ഉലമാക്കൾക്ക് പോലും അത്ര ഗൗരവമായിട്ട് അറിയില്ല. കാരണം നമ്മളെ കേരളത്തിലെ ഉലമാക്കൾ ഫിഖ് പഠിച്ചിട്ട് മുസ്ലിമായവരാണ്, അക്കീദ പഠിച്ചിട്ട് മുസ്ലിമായവരല്ല, ഫിഖ് പഠിച്ചിട്ട് മുസ്ലിമായവരാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം നമ്മളെ കേരളക്കാർക്ക് അറിയില്ല, ഉലമാക്കൾക്ക് പോലും അറിയില്ല. വളരെ അപകടമാണ് കാര്യങ്ങൾ, വളരെ അപകടമാണ് കാര്യങ്ങൾ. നമ്മൾ ചിന്തിക്കുന്നിടത്തൊന്നല്ല വിഷയങ്ങളുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് തന്നിട്ടുണ്ട് എന്നതിന് തെളിവെന്താണ്? നമ്മൾ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടവരാണ്. ആ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന്, ആ ഹിദായത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി എന്നതിന് ഒന്നാമതായിട്ട് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത് എന്താണ്? ഹിദായത്ത് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ഇളക്കം തുടങ്ങും, അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത തുടങ്ങും. അതതിൻ്റെ അടയാളം. എനിക്കിനി അള്ളാഹ് വേണം, ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ല, ഒന്ന് രക്ഷപ്പെടണം, ഇങ്ങനെ ജീവിച്ചാൽ കുറേ ദുനിയാവുണ്ടാക്കാം, ദുനിയാവിൽ ജീവിക്കാം, പക്ഷെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒന്നും കയ്യിലുണ്ടാവില്ല. ആ മാനസികാവസ്ഥ ഹിദായത്തിൻ്റെ പ്രകാശമാണ്. ആ സമയത്താണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിൻ്റെ മനസ്സ് പാകമായിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് നീ കരാറ് തരണം, അതുകൊണ്ട് നീ എനിക്ക് ഉടമ്പടി ചെയ്യണം ഞാനുമായിട്ട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അതിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. ആ ഉടമ്പടിക്ക്, ആ കരാറിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ. പഠിച്ചില്ലേ പാട്ട്? ആ ഒന്നാമത്തെ ഷഹാദ, കരാർ. ഇതാണ് ഷഹാദ, ഉടമ്പടി. അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതിനാണ് ഷഹാദ എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ഒരാൾ ഹിദായത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ റിക്കാർഡാകുന്നത്, അള്ളാഹുവിൻ്റെ കിതാബിൽ റിക്കാർഡാകുന്നത്
നമ്മുടെ ഷഹാദത്ത് പൂർത്തിയാവുമ്പോഴാണ്. അള്ളാഹു 2 ഷഹാദത്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അർത്ഥം? ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് അർത്ഥം പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. മൊല്ലാക്ക പണ്ടേ പഠിപ്പിച്ചെന്ന അർത്ഥമാണത് കേരളക്കാർക്ക്. എന്താണ് നാവ് കൊണ്ട് എന്താണ് വെളിവാക്കി പറയുന്നതെന്നും അറിയില്ല, എന്തിൻ്റെ അർത്ഥം അറിഞ്ഞതെന്നും അറിയില്ല, എന്താണ് മനസ്സിൽ ഉറപ്പിച്ചതെന്നും അറിയില്ല. പക്ഷെ മല്ലാക്ക 5ാമത്തെ വയസ്സിൽ 1ാം ക്ലാസ്സിൽ മദ്രസയിൽ ചേർത്തപ്പോൾ ചൊല്ലിക്കൊടുത്ത ആ വാക്ക് കാണാതെ പഠിച്ചിട്ടുണ്ട്. അഷ്ഹദു, ശരിക്കും മനസ്സിലായിക്കോ അതിൻ്റെ അർത്ഥം. അഷ്ഹദു, അള്ളാഹുവെ ഞാൻ നീയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. അഷ്ഹദു, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു. അതാണ് വാക്കിനാണ് ഷഹാദ. അഷ്ഹദു, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, എഗ്രിമെൻ്റ് ചെയ്യുന്നു ഞാൻ നീയുമായിട്ട്. നമ്മളൊരു എഞ്ചിനീയറെ വിളിച്ചിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറെ വിളിച്ച് ആ എഞ്ചിനീയറായിട്ട് സംസാരിച്ച് അതിൻ്റെ എല്ലാ എസ്റ്റിമേറ്റും പ്ലാനും എല്ലാം തയ്യാറായി അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്തിലേർപ്പെടും? കരാറിലേർപ്പെടും അല്ലേ? ഇത്ര കൊല്ലം കൊണ്ട് ഇത്ര റുപ്യക്ക് ഞാൻ ഈ ബിൽഡിംഗ് പൂർത്തിയാക്കി തരാൻ. അതിനാണ് ഷഹാദ എന്ന് പറയുന്നത്, കരാർ. ഷഹാദത്തുൽ ഫായിസ്, സർട്ടിഫിക്കറ്റ്. അങ്ങനെ 10ാം ക്ലാസ് വരെ ഇവൻ പഠിച്ചിട്ടുണ്ട് എന്നത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആ സ്കൂളിൽ നിന്ന് തരുന്ന സർട്ടിഫിക്കറ്റ് അതാണ് ഷഹാദ എന്നാണ് പറയുക അല്ലേ? അറബിയിൽ അങ്ങനെയല്ലേ പറയാ? 10ാം ക്ലാസ് വരെ ഈ സ്കൂളിൽ 10 വരെ പഠിച്ച് പാസ്സായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ആ ഉറപ്പാണ് സർട്ടിഫിക്കറ്റ്. ഇത് നമ്മൾ അള്ളാഹുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയ കരാറാണ്. അഷ്ഹദു, നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു അള്ളാഹുവേ, നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു, നീയുമായിട്ട് ഞാൻ കരാറിൽ ഏർപ്പെടുന്നു. എന്താണ് കരാറ്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൻ തീർച്ചയായും, ലാ ഇലാഹ ഐ ലാ മഅബൂദ ബിഹഖിൻ, എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് എന്താവശ്യങ്ങളുണ്ടെങ്കിലും ഒരാളെയും ഞാൻ ഇടയാളാക്കി നിർത്തുന്ന പ്രശ്നമില്ല, ഒരു തങ്ങളെടുത്തും പോകുന്ന പ്രശ്നമില്ല, ഒരു ഒലിയിൻ്റെ അടുത്തും പോകുന്ന പ്രശ്നമില്ല. ഇല്ലല്ലാ, അള്ളാഹിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ വരുള്ളൂ. ഇത് ഞാൻ നീയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. ഇതാണ് ഷഹാദ. ഇങ്ങനെയുണ്ട് കരാറ്, ഇങ്ങനെയുണ്ട് കരാറ്, കട്ടിയുള്ള കരാറാണ്. മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ കരാറ് ലംഘിച്ചിരിക്കുകയാണ്. അതിൻ്റെ ദുരന്തമാണ്, ആ ദുരിതമാണ് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ഫലസ്തീൻ തൊട്ടിങ്ങ് തലശ്ശേരി വരെ, അല്ലെങ്കിൽ കണ്ണൂർ വരെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ഷഹാദത്ത് ലംഘിച്ചതിൻ്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും ചെറുതും വലുതും ഒക്കെ. ഈ ദുരന്തം അവസാനിക്കണമെങ്കിൽ ഒറ്റ മരുന്നേ ഉള്ളൂ. ഒരു പട്ടാളത്തെ കൊണ്ടും കഴിയില്ല, ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടും കഴിയില്ല, ഒരു സംവിധാനം കൊണ്ടും കഴിയില്ല ഈ ദുരിതം അവസാനിപ്പിക്കാൻ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത കരാറിലേക്ക് തിരിച്ചു വരിക എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാത്ത സകല സംവിധാനങ്ങളും സ്റ്റോപ്പ് ചെയ്യുക. അള്ളാഹു അല്ലാത്ത സംവിധാനങ്ങൾ, അള്ളാഹുമായി ബന്ധപ്പെടുത്തുന്ന, അള്ളാഹുവിനോടൊപ്പം ഒന്നിക്ക് നിദ്ദൻ, അള്ളാഹ്ക്ക് പകരക്കാരായിട്ട്, അള്ളാഹിനെ പോലത്തെ അള്ളാഹ്, ഔ ശരീക്കൻ, അല്ലെങ്കിൽ അള്ളാഹിനോടൊപ്പം വേറൊരു മഹാൻ, ഔ ഷഫീയൻ ഔ ലഹീറൻ, അല്ലെങ്കിൽ അള്ളാഹിനോടൊപ്പം നമ്മളെ സഹായിക്കാൻ ഒരു തങ്ങൾ, ഔ വസീലൻ ഔ ഷഫീയൻ, അല്ലെങ്കിൽ അള്ളാഹിനോട് നമ്മളെ കാര്യം ശുപാർശ പറയാൻ വേണ്ടി ഒരാൾ, ഔ വസീലൻ, അല്ലെങ്കിൽ ഒരിടയാൾ, ഒരു തവസ്സുല്, ഒരിടയാൾ. ആ തങ്ങളെ വർക്കത്തുകൊണ്ട് നീ ചെയ്തതാ അല്ലാ, ഈ മുഹമ്മദ് നബിൻ്റെ വർക്കത്തുകൊണ്ട് നീ ചെയ്തതാ അല്ലാ. ഒരിക്കലും അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു വാക്കാണ് അള്ളാഹ്. കാരണം നമ്മൾ കരാർ കൊടുത്തിരിക്കുന്നത് ഞാൻ ഒരാളെ വർക്കത്തിനും ഞാൻ പോകില്ല, ഒരാളെ ഇടക്കും ഞാൻ പോകില്ല. അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. നമ്മൾ നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കണം സ്വന്തത്തോട്, ഇതുവരെ ജീവിച്ചപ്പോൾ ഈ കരാറ് നമുക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. ഇതാണ് വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ആരെക്കൊണ്ട് പറ്റും? കുമാരനാശാനും ചൊല്ലിയിട്ടുണ്ട് കുറേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മോഹൻലാൽ സിനിമയിലും ചൊല്ലിയിട്ടുണ്ട് കുറേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കരാറ് വാക്കാണ്. ആ കരാറ് നാം പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ വെയിറ്റ്. ഉടൻ തന്നെ അല്ലാഹു തആല ചോദിക്കുന്നു നമ്മളോട്, ശരി, ഞാനുമായിട്ടുള്ള കരാറ് ഞാൻ കേട്ടു, ഇന്നു മുതൽ നീ ഞാനല്ലാതെ വേറൊരാളെയും നീ പ്രതീക്ഷിക്കുന്ന പ്രശ്നമില്ല. ഇന്നു മുതൽ നീക്ക് എന്താവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് മാത്രമേ ചോദിക്കുകയുള്ളൂ. നീ എനിക്ക് കരാർ തന്നു. അല്ലാഹ് ചോദിക്കുന്നു, അത് നീ എങ്ങനെയാണ് നിർവഹിക്കുക? അത് നീ എങ്ങനെയാണ് എന്നെ ബോധ്യപ്പെടുത്തി തരിക? ഞാനും നീയുമായിട്ട് നേർക്കുനേരെ കാണുന്നില്ല, ഞാനും നീയുമായിട്ട് സംസാരിക്കുന്നില്ല. അപ്പം നീ എന്നെ എങ്ങനെയാണ് ഈ ഷഹാദത്ത് ബോധ്യപ്പെടുത്തുക? അപ്പം നമ്മളാകെ ഒന്നും തിരിയാതെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, നിനക്ക് ഞാനൊരു റസൂലിനെ അയച്ചു തന്നിട്ടുണ്ട്. ആ റസൂൽ എന്താണോ നിന്നോട് ചെയ്യാൻ പറഞ്ഞത്
അത് ചെയ്യുക. എന്നിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ ഉറപ്പിക്കുക. തയ്യാറാണോ? ആണല്ലാഹുവേ, എന്നാ പറ ഷഹാദ. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അശ്ഹദു, ഇന്നു മുതൽ ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അന്ന മുഹമ്മദൻ, മുഹമ്മദ് നബി, അബ്ദുല്ലാന്റെ മോൻ, ആമിന ബീവിയുടെ മോൻ, അതേപോലെ തന്നെ ഖുറൈശി തറവാട്ടിലെ പൊന്നുമോൻ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി, ആ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി റസൂലുള്ളാഹ്, നീ നിയോഗിച്ച് എനിക്ക് വേണ്ടി അയച്ച റസൂലാണ്. അത് ഞാൻ ജീവിച്ച് തെളിയിക്കും. അങ്ങനെ തെളിയിക്കുക. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം, മനസ്സിലാകാം. മുഹമ്മദുർ റസൂലുള്ള എങ്ങനെയാണ് നമ്മൾ ജീവിച്ച് തെളിയിക്കേണ്ടത് എന്നതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. താടിയുടെ കാര്യം എടുക്കും. താടി 3 നിയമങ്ങളുണ്ട് താടിക്ക്. 1 മഅസിയത്തിൻ്റെ താടി, 2 ഇത്വാഅത്തിൻ്റെ താടി, 3 ഇത്തിബാഇൻ്റെ താടി. ഈ 3 രീതിയിൽ ജീവിക്കുമ്പോഴാണ് ഒരുത്തൻ മുസ്ലിം ആകുന്നത്. ഒന്നാമത്തത് മഅസിയത്തിൻ്റെ താടി, പാപകരമായ താടി. ഒരു താടിയുടെ വിഷയത്തിൽ ഒരുത്തൻ പാപം ചെയ്യുന്നവനാകുന്നത് എപ്പോഴാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ലംഘിക്കുമ്പോഴാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ ലംഘിക്കുമ്പോഴാണ്. എന്താണ് ആ ഷഹാദ? അള്ളാഹ് പറഞ്ഞ കാര്യം മുഹമ്മദ് നബി ചെയ്തതും പറഞ്ഞതും പോലെ ഞാൻ പ്രവർത്തിച്ചോളാം. അപ്പോൾ അതിനെതിരാകും എന്ത്? താടി വടിക്കുക എന്നത് മഅസിയത്തിൻ്റെ താടിയാവും. കാരണം താടി വടിക്കുക എന്നത് അള്ളാഹു നിരോധിച്ചതാണ്, റസൂലുള്ളാഹി നിരോധിച്ചതാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് എതിരായി. ഷഹാദത്തിന് ഡോട്ട് വീണു, ബ്ലാക്ക് ഡോട്ട്, കറുത്ത പുള്ളി വീണു. ഓരോ വടിക്കലിനും ഓരോ പുള്ളി. ഷഹാദത്ത് ഇരുളടിയുന്ന രീതിയാണത്. രണ്ടാമത്തത് ഇത്താഅത്തിൻ്റെ താടി, അനുസരണത്തിൻ്റെ താടി. അതെന്താണത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വീകരിക്കുന്നു. നിയമത്തെ അനുസരിക്കുന്നതിനാണ് ഇത്താഅത്ത് എന്ന് പറയുന്നത്. റസൂല് പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത്താഅത്തിൻ്റെ താടിയാവാൻ ഇമാം ഷാഫി റഹ്മഹുല്ലാ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത്, നമ്മളിങ്ങനെ മുഖാമുഖം സംസാരിക്കുന്ന സമയത്ത് രോമങ്ങൾക്കിടയിലൂടെ തൊലിയുടെ നിറം കാണാൻ പാടില്ല, അത്രയെങ്കിലും താടി വേണോ. നമ്മൾ ഡ്രിം ചെയ്യാറ്, താടി ഇങ്ങനെ ചെറുതാക്കില്ലേ, അത് ഈ ഷാഫി താടി എന്ന സാധനം പറയാം. കേരളത്തിലാണ് ഈ ഷാഫി താടി കൂടുതൽ. മുസ്ലിയാക്കന്മാർക്കായാലും എൻ്റെ ചെറിയ രോമമായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ തൊലി കാണൂല. ഇവൻ നിയമത്തെ അനുസരിച്ചവനാണ് ദുനിയാവിൽ. അവൻ ശരീഅത്തനുസരിച്ച് ജീവിച്ചവനാണ്, അവൻ ശരീഅത്ത് വിരുദ്ധനല്ല. അപ്പം താടി അത്രയെങ്കിലും ആവശ്യമാണ്. മൂന്നാമത്തത് ഇത്തിബാഇൻ്റെ താടി. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അനുകരണം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞെന്താണ്? അനുസരണം. ഇത്താഅത്ത് അനുസരണം, മഅസിയത്ത് അനുസരണക്കേട്, പഠിക്കൽ. അനുസരണം ചുരുങ്ങിയ പക്ഷം അത്രയെങ്കിലും വേണം. അനുകരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ താടി വെച്ചത്, ഞാൻ അങ്ങനെ വെക്കുള്ളൂ. അപ്പം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ആഖിറത്തിലേക്കായി. കുറച്ച് വെക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ദുനിയാവിലേക്കായി. വടിക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പാടെ നഷ്ടപ്പെട്ടു. ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നതാണ്, ക്ലിയർ ആകുന്നുണ്ടല്ലോ. ഇനി ഒരു സ്ത്രീകളെ കാര്യം എടുക്കും. ഇപ്പോൾ പുരുഷന്മാർക്കല്ലേ താടിയുള്ളൂ, പെണ്ണുങ്ങൾക്ക് താടിയുണ്ട്. എൻ്റെ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് താടിയുണ്ട് ഇല്ലല്ലോ. നീ എന്താ ആലോചിക്കുന്നത്? ഭയങ്കര ആലോചനയാണല്ലോ. എൻ്റെ പേരെന്തോന്ന്? ബിലാൽ. അപ്പോൾ നീ ആലോചിക്കേണ്ടവൻ തന്നെയാണ്. ഭയങ്കര ചിന്തയിലാണ്. മാഷാ അല്ലാഹ്. ഇനി സ്ത്രീകളെ കാര്യം എടുക്കും. വസ്ത്രം 3 തരത്തിലുള്ള വസ്ത്രമുണ്ട് സ്ത്രീകൾക്ക്. 1 മഅസിയത്തിൻ്റെ വസ്ത്രം, 2 ഇത്താഅത്തിൻ്റെ വസ്ത്രം, 3 ഇത്തിബാഇൻ്റെ വസ്ത്രം. മഅസിയത്തിൻ്റെ വസ്ത്രം ഏതാ? ഔറത്ത് വെളിവാക്കുന്ന വസ്ത്രമാണ്. എന്താണ് സ്ത്രീകൾ ഔറത്ത്? നിർബന്ധമായും മറച്ചിരിക്കേണ്ടത് സ്ത്രീകൾ ഏതാണ്? അതായത് ഇത്താഅത്തിൻ്റെ വസ്ത്രം. നിർബന്ധമായും മാസി വൽ വജ്ഹി വൽ കഫൈൻ, മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവനും ഔറത്താണ്. അത് ആ ഔറത്ത് വെളിവാകുന്ന രീതിയിലുള്ള വസ്ത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെയുള്ള വസ്ത്രമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിക്കെതിരെയുള്ള വസ്ത്രമാണ്.
ഔറത്തുകളെ ഇപ്പോൾ കണ്ടില്ല, പെൺകുട്ടികളൊക്കെ മുട്ടുവരെയുള്ള ട്രൗസർ ഇട്ടിട്ട് നടക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുമായി നസാറാക്കളാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒന്നും അല്ല, ശരീരം ഒന്നും പറയില്ല, അങ്ങനെ ഇടുന്നല്ലോ. ഇപ്പോൾ പെൺകുട്ടികൾ ചെറുപ്പത്തിലേ അങ്ങനെയാണ് ശീലിപ്പിക്കുന്നത് ചിലർ. ഈ നമ്മുടെ നാട്ടിലൊക്കെ കാണാം, അപകടമാണ്. ചെറുപ്പത്തിലെ ഔറത്ത് മറിച്ച് ശീലിപ്പിക്കണം കുട്ടികളെ, അത് നിർബന്ധമാണ്. കാരണം ഔറത്ത് തമ്മീസാകലോടുകൂടി ഔറത്ത് വെളിവാക്കൽ ഹറാമായി വരും. അപ്പം ഹറാമിലാണ് നമ്മൾ മക്കൾ വളർന്നു വരിക. അപ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. ഔറത്ത് ഏതാണ് പെണ്ണുങ്ങളെ? മാസി വൽ വജ്ഹി വൽ കഫൈൻ, നിസ്കരിക്കുമ്പോൾ മറക്കുന്ന ഭാഗം അത് നിർബന്ധമായും മറച്ചിരിക്കണം. വലൗകാനത്ത് അജൂസത്തൻ, കിളവിയാണെങ്കിലും ശരി, 100 വയസ്സുള്ളൊരു കിളവിയാണ്, ഉമ്മമ്മയാണ്, എന്നാലും ഔറത്ത് നിർബന്ധമായിട്ട് മറച്ചിരിക്കണം. ഒരു കാരണവശാലും കിളവിയാണ്, അല്ലെങ്കിൽ വിരൂപിയായാലും ശരി, വിരൂപിയാണ്, കാണാൻ ഗുണമില്ലാത്ത, ഒരു സൗന്ദര്യമില്ലാത്ത, കണ്ട ഒരു മതിപ്പും തോന്നാത്തതാണ്, എന്നാലും ശരി ഔറത്ത് മറച്ചിരിക്കണം ഷഹാദത്ത് പറഞ്ഞവരാണെങ്കിൽ. അതാണ് ഇത്തിബായിൻ്റെ വസ്ത്രം പെണ്ണുങ്ങൾക്ക്, ഇത്താഅത്തിൻ്റെ വസ്ത്രം. ഇനി ഇത്തിബായിൻ്റെ വസ്ത്രം മുഖവും മുങ്കയും മുഴുവനും മറച്ചുകൊണ്ടുള്ള വസ്ത്രം, ഇത്തിബായിൻ്റെ വസ്ത്രം. എന്തുകൊണ്ടാണത് വസ്ത്രം രണ്ടാക്കി തിരിച്ചു? ഒന്ന് ഔറത്ത് മറക്കാനുള്ള വസ്ത്രം, പിന്നെ ഒന്ന് സീനത്ത് മറക്കാനുള്ള വസ്ത്രം. സ്ത്രീകളുടെ ഔറത്ത് മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലമാണ്, അത് നിർബന്ധമായിട്ട് മറച്ചിരിക്കണം. മുഖവും മുങ്കയും സീനത്താണ്. മുഖവും മുങ്കയും സീനത്താണ്. സീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സീനത്ത് അറബി വാക്കിൻ്റെ അർത്ഥം എന്താ? ഇവർ പറയട്ടെ, അതിനാ മുമ്പിൽ എത്തിനി. സൗന്ദര്യം, ജമാലത്ത്, അതിനാണ് സീനത്ത് എന്ന് പറയുന്നത്. മുഖവും മുങ്കയും പെണ്ണുങ്ങളെ സീനത്താണ്. സീനത്ത് മറക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. ലാ തുബ്ദീന സീനത്തഹുന്ന, പെണ്ണുങ്ങൾ അവരുടെ സീനത്തിനെ വെളിവാക്കരുത്. ലാ തുബ്ദീന സീനത്തഹുന്ന, പെണ്ണുങ്ങൾ അവരുടെ സീനത്തിനെ പുറത്ത് കാണിക്കരുത്. ഇല്ലാ അലാ ബുഊലത്തിഹിന്ന, ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ. ഔ ആബാഇഹിന്ന, ബാപ്പാൻ്റെ മുമ്പിലല്ലാതെ. ഔ ആബാഇ ബുഊലത്തിഹിന്ന, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബാപ്പ. ഔ അബിനാഇഹിന്ന, അല്ലെങ്കിൽ ആമക്കൾ. ഔ അബിനാഇ ബുഊലത്തിഹിന്ന, അല്ലെങ്കിൽ ഭർത്താവിന് വേറെ വിവാഹത്തിൽ ആമക്കളുണ്ടെങ്കിൽ അവർ. ഔ ഇഖ്വാനിഹിന്ന, ആങ്ങളാറ്. ഔ ബനി ഇഖ്വാനിഹിന്ന, ഔ ബനി അഖവാത്തിഹിന്ന, അല്ലെങ്കിൽ ആങ്ങളാരുടെ ആൺമക്കൾ, അല്ലെങ്കിൽ പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ അനിയത്തിൻ്റെ ആമക്കൾ, ഒരു പെണ്ണിൻ്റെ ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ അനിയത്തി. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്, സീനത്ത് മറക്കൽ നിർബന്ധമില്ല. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിർബന്ധമായിട്ട് സീനത്ത് മറച്ചേ പറ്റൂ. കാരണം ഈ നാട്ടിലുള്ളവർ മുഴുവനും ഈ പെണ്ണിൻ്റെ ആങ്ങളാറാ, ഈ നാട്ടിലുള്ള മുഴുവനും പെണ്ണിൻ്റെ ഉപ്പയാ, ഈ നാട്ടിലുള്ള മുഴുവനും പെണ്ണിൻ്റെ ആമക്കളാ. അല്ലെങ്കിൽ പിന്നെ അല്ല എന്തിനാ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞതെന്ന് ചിന്തിക്കരുതോ? അള്ളാഹ്ക്കൊന്നും തിരിഞ്ഞില്ലേ? നമുക്ക് മാത്രമാണ് തിരിഞ്ഞത്. അല്ല ഇത്ര കൃത്യമായിട്ട് പെണ്ണിൻ്റെ വസ്ത്രത്തെ പറ്റി പറഞ്ഞില്ലേ? അത് അള്ളാഹ്ക്കൊന്നും തിരിയാണ്ട് പറഞ്ഞതാ? അള്ളാഹിനെ പൊട്ടനാക്കുന്നതിന് കുല്ലാത്തു അല്ലിമൂൻ അല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അള്ളാഹിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹ് ഖുർആനിൽ. അപ്പം ഞാൻ 2 ഉദാഹരണം പറഞ്ഞാണ് ഷഹാദത്ത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറയാറ്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അത് ഒരു എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഉദാഹരണമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഈ കാര്യത്തിൽ നമ്മൾ എന്ത് സ്വീകരിക്കണം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയെ എനിക്ക് പറ്റുള്ളൂ. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അങ്ങനെയാണ് സഹാബാക്കളെ പഠിപ്പിച്ചത്, സഹാബി സ്ത്രീകളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഭാര്യമാരെ അങ്ങനെയാണ് പഠിപ്പിച്ചത്, പെമ്മക്കളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഫാത്തിമ ബീവിയെ രാത്രിയാണ് കബറടക്കിയത്. എന്ന് വെച്ചാൽ ഫാത്തിമാനെ നിഴല് പോലും ഒരാൾ കാണാൻ പാടില്ല, മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിൽ പോലും ഒരാളെ കാണാൻ പാടില്ല, നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാത്രി അടക്കിയത്. അത്ര അച്ചടക്കമുള്ളൊരു സ്ത്രീയായിരുന്നു ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഇതാണ് നമുക്ക് മാതൃക. മോഡേൺ ആധുനിക ലോകത്തുള്ള മുസ്ലിയാക്കന്മാരും മൗലവിമാരും അവരുടെ ഭാര്യമാരും എല്ലാം നമുക്ക് മാതൃക.
നമുക്ക് മാതൃക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുത്തു നാം, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദ കൊടുത്തു നാം. ഉടൻ തന്നെ അള്ളാഹു ചോദിക്കുകയാണ്, ഇത് രണ്ടും തെളിയിക്കാൻ നീ തയ്യാറുണ്ടോ? ഉണ്ട് എങ്കിൽ അഖിമിസ്വലാത്ത ലിദിക്രി. ഇസ്ലാമിലെ രണ്ടാമത്തെ കാര്യം എന്താണ്? 5 നേരത്തെ നിസ്കാരം. അള്ളാഹു താല നിസ്കാരം ഫർലാക്കി. എന്താണ് അള്ളാഹ്ക്ക് അറിയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് നിസ്കരിക്കുന്നുണ്ടോ? മുഹമ്മദുർ റസൂലുള്ള പഠിപ്പിച്ചതനുസരിച്ചാണോ നിസ്കാരം? അവ ഷഹാദത്ത് തെളിയിക്കാനുള്ള ഉപകരണമാണ് നിസ്കാരം. 5 നേരത്തെ നിസ്കാരം എന്തിനു വേണ്ടിയുള്ളതാണ്? 2 ഷഹാദത്ത് തെളിയിക്കാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ. ആ നിസ്കാരം കൊണ്ട് വേണം നമ്മുടെ ഹിദായത്ത് പ്രകാശിച്ച് വരാൻ. നമ്മുടെ ഹിദായത്ത് സസ്പെൻഡ് ആവാതെ, ഡിസ്മിസ്സാവാതെ, ഏത് സമയത്തും അള്ളാഹു താല സസ്പെൻഡാക്കിന്ന് വരും, ഏത് സമയത്തും ഡിസ്മിസ്സാക്കിന്ന് വരും. ഒരു ഗ്യാരണ്ടി അള്ളാഹു താല കൊടുത്തിട്ടില്ല അംബിയാ മുർസലീങ്ങൾക്കല്ലാതെ. ഹിദായത്തിൻ്റെ ഗ്യാരണ്ടി ആർക്കേ ഉള്ളൂ? അംബിയാ മുർസലീങ്ങൾക്ക്. അതുകൊണ്ടാണ് അവരെ മഅസൂമീങ്ങൾ എന്ന് പറയുന്നത്. അംബിയാ മുർസലീങ്ങൾ ഹിദായത്ത് നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെയും അവർ നബിയായിരിക്കും, റസൂലായിരിക്കും, മൂമിനായിരിക്കും. മറ്റാർക്കും ഒരു ഗ്യാരണ്ടി അള്ളാഹു താല കൊടുത്തിട്ടില്ല. ഏത് സമയത്തും അള്ളാഹു താല അത് തിരിച്ചെടുക്കും, ഏത് സമയത്തും അത് സസ്പെൻഡാക്കും, ഏത് സമയത്തും ഡിസ്മിസ്സായിന്ന് വരും. ചുരുങ്ങിയ പക്ഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറുത്ത പുള്ളികൾ വീണ് 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 ഡാമേജ് സംഭവിച്ചത് ഉപയോഗശൂന്യമായി മാറും. അപ്പം 5 നേരത്തെ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുക. അള്ളാഹു താല വിളിക്കുകയാണ് ഓരോ സമയത്ത്. ളുഹറായി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സമ്മതിച്ചു അള്ളാഹുവേ നീ അക്ബർ തന്നെയാണ് അല്ലേ? ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതുവേ പറയണ്ടേ? ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുമ്പോൾ നമ്മൾ പറയണ്ടേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. സമ്മതിച്ചു അള്ളാഹുവേ ഞാനും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്ക് കൊടുക്കുന്ന ആൾ പറയും പോലെ നമ്മളും പറയണം. അപ്പം മുക്രിക്ക പറയും, മുഅദ്ദിൻ പറയും അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാനും അങ്ങനെ തന്നെ അള്ളാഹുവേ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉടൻ തന്നെ മുഅദ്ദിൻ ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് വാ, ദാ ഞാൻ വരവായി. അപ്പോൾ ഹയ്യ അലസ്സലാ നമ്മൾ പറയേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. വാക്ക് മാറി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഞാൻ തയ്യാറായി അല്ല, പക്ഷെ എന്നെ പള്ളിയിൽ എത്തിക്കേണ്ടത് നീയാണ്. അതാണ് ലാ ഹൗല വലാ ഖുവതയുടെ അർത്ഥം. ഞാൻ തയ്യാറുണ്ട് അല്ല, ഞാൻ മുസല്ലിനെ എത്തിക്കേണ്ടത് നീയാണ്. അപ്പം അള്ളാഹു താല വിളിച്ചു. ഇനി അടുത്ത ജോലി എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി എങ്ങനെയാണോ നിസ്കരിക്കാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. അപ്പോൾ ആദ്യം ഒന്നും ഉണ്ടാക്കണം, അതായിട്ട് അവറത്ത് മറക്കണം, കിബിലക്ക് മുന്നിടണം. ഇതൊക്കെയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് കാണിച്ചെന്ന നിസ്കാരം. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂൽ. ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, ആതു സക്കാ. നീ സമ്പന്നനാണെങ്കിൽ നിന്റെ സമ്പത്തിന്റെ 2.5% ഇന്ന ആൾക്കാർക്ക് അവകാശമുള്ളതാണ്, അത് കൊടുത്തിരിക്കണം. തയ്യാറാണോ? തയ്യാറാണ് അല്ലാഹുവേ. എന്തുകൊണ്ട്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ നിനക്ക് ഉറപ്പ് വന്നിരിക്കുകയല്ലേ, നീ പറയും പോലെ ജീവിച്ചോളാമെന്ന്. നീ എത്ര കൊടുക്കും? അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി എത്രയാണോ പറഞ്ഞത് അത്ര കൊടുക്കും. അതിലും ഷഹാദത്തായി അല്ലേ? ഉടൻ തന്നെ വരുന്ന കൽപ്പന, ഫമൻ ഷഹിദ മിൻകും കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. ദാ നോമ്പ്, 1 മാസത്തെ റമളാൻ, ഷഹ്റു റമളാൻ ഉൻസില ഫീഹിൽ ഖുർആൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. റമളാൻ മാസം വരവായി, നോമ്പ് നോറ്റോളണം. തയ്യാറാണ് അല്ലാഹുവേ. 11 മാസം തിന്ന് കുടിച്ച് ജീവിച്ച അടിമ ഉടൻ തന്നെ തയ്യാറാകുകയാണ് നോമ്പ് നോക്കാൻ, പട്ടിണി അടക്കാൻ. എന്താ കാര്യം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ നോമ്പ് നോക്കും? നമുക്ക് സമയം നോക്കിയിട്ട് ക്രിസ്ത്യാനികൾ നോമ്പ് നോക്കുമ്പോൾ നോമ്പ് നോക്കിയാൽ ഈസാ നബിൻ്റെ ഉമ്മത്തിന് സാധാരണ നോമ്പാണ്. അത് ക്രിസ്ത്യാനികളായ പുരോഹിതന്മാരാണ് ഈ വസന്തകാലത്താക്കി മാറ്റിയത്, ഡിസംബറിലേക്കാക്കി മാറ്റിയത്. റമദാനിലാണ് നോമ്പ്. റമദാനാകുമ്പം വേനൽക്കാലത്തും വരും, തണുപ്പ് കാലത്തും വരും, എല്ലാ കാലത്തും വരും. ഡിസംബർ ആകുമ്പോൾ എല്ലാ കാലത്തും ഡിസംബർ 1 തന്നെയല്ലേ അല്ലേ? അതിനാണ് ക്രിസ്ത്യാനികൾ ഡിസംബറിലേക്കാക്കിയത്. അതിനെന്താ ക്രിസ്ത്യാന്മാരായ മുസ്ലിയാക്കന്മാർ പറഞ്ഞു കൊടുത്തു, 30 പകരം 10 കൂടി കൂട്ടിയിട്ട് 40, ഒരു പിഴ. അങ്ങനെ 40 നോമ്പായത് ക്രിസ്ത്യാനികൾക്ക്. അവർ ഇസ്ലാമിനെ മാറ്റിയതാണ്. ഇല്ല അല്ലാഹുവേ ഞാൻ തയ്യാറാണ്. ചൂട് കാലത്തും ഞാൻ നോമ്പ് വെക്കാൻ തയ്യാറാണ്, തണുപ്പ് കാലത്തും ഞാൻ നോമ്പ് വെക്കാൻ തയ്യാറാണ്, നീ പറയും പോലെ. ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന, എൻ്റെ ഭവനത്തിലേക്ക് വരണം നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവുള്ളവർ. ഹജ്ജ്. അവിടെയാണ് നമ്മുടെ ഉംറ ചർച്ചയ്ക്ക് വരുന്നത്. ഇപ്പം തന്നെ വയല് പറഞ്ഞ് പേടിയായി എല്ലാവരും ക്ഷീണിക്കാൻ തുടങ്ങി. ഉംറയിൽ എത്തിയിട്ടേ ഉള്ളൂ. ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ. ഉംറ എന്തിനാണ്, ഹജ്ജ് എന്തിനാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന, ഹിജ്ജു ബൈത റബ്ബിക്കും. നിങ്ങളെ റബ്ബിൻ്റെ വീടുണ്ട് മക്കായിൽ. ഇബ്രാഹിം പണിതെടുത്ത വീട്, ആദമിൻ്റെ കാലത്തേ ഉള്ള വീട്, നൂഹ് നബിൻ്റെ കാലത്തെ വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതായിപ്പോയ വീട്,
അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി ഉണ്ടാക്കിയ വീട്, ആ വീടിപ്പം നിലവിലുണ്ട്. എൻ്റെ വീട് സന്ദർശിക്കാൻ വന്നുകൊള്ളണം. അൽ ഹജ്ജ് ഐ അൽ ഖസ്ദ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ച് വരിക എന്നാണ് ഹജ്ജിൻ്റെ അർത്ഥം. ഹാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭവനത്തെ ലക്ഷ്യം വെച്ച് വന്നവൻ എന്നാണ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്താൽ പിന്നെ ഹാജി ആവില്ല, ചെയ്യുന്നതിന് മുമ്പാണ് ഹാജി. നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് നാട്ടിലെത്തുമ്പോഴാണ് ഹാജിയാകുന്നത്. മക്കത്തെത്തുന്നവരെ ഹാജി. ഹജ്ജെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഹാജിയില്ല. ഹാജ് എന്ന് പറഞ്ഞവനെ നിങ്ങൾക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് തണുപ്പ് കൂടും. പറയുന്ന എൻ്റെ അവസ്ഥയോ ആലോചിക്കാം. ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോകണം, അതാണ് ഹാജ്. അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യമാക്കി പുറപ്പെട്ടവൻ, ഇതാണ് ഹാജ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉംറ ചെയ്യാൻ പോകുന്ന ആളെയും അറബികൾ ഹാജി എന്നാണ് വിളിക്കുക. ഉംറ എന്ന വാക്കിൻ്റെ അർത്ഥം അൽ ഉംറ ഐ അസിയാറ. ഉംറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സന്ദർശനം എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനം സന്ദർശിക്കുന്നതിനാണ് ഉംറ എന്ന് പറയുന്നത്. എന്താണ് ഉംറ ഹജ്ജ് നമ്മുടെ വ്യത്യാസം? അള്ളാഹുവിൻ്റെ കൽപ്പന അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ വകുപ്പ്. അള്ളാഹുവിനെ പറഞ്ഞു അത്തിമുൽ ഹജ്ജ, നിങ്ങൾ ഹജ്ജ് പൂർത്തിയായി ചെയ്യണം, വൽ ഉംറയും പൂർത്തിയായി ചെയ്യണം. അപ്പോൾ ഹജ്ജും ഉംറയും പൂർണ്ണമായി ചെയ്യണം. ഹജ്ജും ഉംറയും നമ്മുടെ വ്യത്യാസം എന്താണ്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ 4 സ്ഥലങ്ങളിലായി 6 ദിവസങ്ങളിൽ 10 ജോലി ചെയ്ത് പൂർത്തിയാക്കുന്നതിൻ്റെ പേരാണ് ഹജ്ജ്. ഇപ്പം നമ്മൾ ഹജ്ജിന് പോവുകയല്ല, അതുകൊണ്ട് പിന്നെ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ഹജ്ജ്. ഏതാ ദിവസം? ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13. ഈ 6 ദിവസം, ഒരു കൊല്ലത്തിൽ ഈ 6 ദിവസത്തിൽ മാത്രമേ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊന്നും ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. ഉംറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 6 ദിവസം ഒഴിച്ച് ബാക്കി ഏത് ദിവസവും ചെയ്യാൻ പറ്റുന്നതിനാണ് ഉംറ എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായില്ലേ? ഹജ്ജ് ഉംറയും തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ? രണ്ടാമത്തെ ഒരു കാര്യം, ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞാൽ വെറും ഒരേ സ്ഥലത്ത് വെച്ച് മാത്രം ചെയ്യേണ്ട ജോലിയാണ്. ഹജ്ജ് 4 സ്ഥലത്ത് വെച്ച് ചെയ്യണം. ഉംറ കഅബത്തിൽ മാത്രം ചെയ്യേണ്ട ജോലിയാണ്. ഹജ്ജ് മക്കത്ത്, മിനായിൽ, അറഫായിൽ, മുസ്ദലിഫായിൽ, എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണ്. ഒരു 15 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് എല്ലാം കൂടി. ഈ 4 സ്ഥലത്തും കൂടി ചെയ്ത് തീർക്കേണ്ട ജോലിയാണ് ഹജ്ജ്. അത് 6 ദിവസങ്ങളിലായിട്ട് ചെയ്യേണ്ടതാണ്. 10 കൂട്ടം ജോലികളാണ് ചെയ്യണം. അല്ലാഹു തആല എല്ലാവർക്കും ഇതേപോലെ ഉപ്പാക്കും മക്കൾക്കും എല്ലാം കൂട്ടമായിട്ട് തന്നെ ഹജ്ജിന് പോകാൻ അള്ളാഹു വലിയ തൗഫീഖ് നസീബാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നര ആലോചിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഉംറയാണ്. ഉംറ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ ചെയ്ത് തീർക്കലിൻ്റെ പേരാണ് ഉംറ. 4 ജോലി ചെയ്ത് പൂർത്തിയാക്കുന്നതിൻ്റെ പേരാണ് ഉംറ. ആദ്യത്തെ കാര്യം പറഞ്ഞു, ഉംറ എന്താണ്? അള്ളാഹുവിൻ്റെ ക്ഷണമാണ്. തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു അള്ളാഹ്. തയ്യാറാണ് അല്ലാഹുവേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെയാണ് ചെയ്യുക? നീ നിന്റെ ഇഷ്ടപ്രകാരം, നിന്റെ ഹവ, നിന്റെ ലോജിക്ക് അനുസരിച്ചാണോ നീ ചെയ്യുക? അല്ല നിന്റെ ഇഷ്ടപ്രകാരമാണോ ചെയ്യുക? അല്ല അല്ലാഹുവേ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി ചെയ്തു തന്നതുപോലെ ഞാൻ ചെയ്യും. അപ്പോൾ ആ ഉംറ 4 ജോലികൾ ചെയ്ത് പൂർത്തിയാക്കുന്നതിൻ്റെ പേരാണ് ഉംറ. അത് പഠിച്ചു വെച്ചോളൂ. കാരണം നിങ്ങൾ ഉംറ ചെയ്താൽ നിങ്ങളെ ജോലി തീരുന്നില്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി നിങ്ങൾക്ക് കഴിയണം. ഉംറ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉംറ എല്ലാം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു പോയാൽ ആരെങ്കിലും ഉംറയ്ക്ക് വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കണം. ഇവനിക്ക് ഈ ബിലാലിനടക്കം സാധിക്കണം. ഉംറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അപ്പോൾ അവർ പറയും എന്ന് പറയും. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. 4 ജോലി ചെയ്ത് പൂർത്തിയാക്കുന്നതിൻ്റെ പേരാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഏറ്റില്ലേ? ഇൻഷാ അല്ലാഹ്. 4 ജോലികൾ ചെയ്ത് പൂർത്തിയാക്കുന്നതിൻ്റെ പേരാണ് ഉംറ. ഒരു ജോലി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മദീനയിൽ വെച്ച് നാളെ ചെയ്യും. ബാക്കി 3 ജോലി മക്കത്തെത്തിയിട്ട് ചെയ്യേണ്ടതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ പറയുന്നത്? ഇത് കിതാബൊക്കെ ഈ തർത്തി വിട്ടൂല കേട്ടോ. ഉസ്താദ്മാരോട് വിറ്റ് മസ്തലജ് വെച്ച ഉസ്താദ്മാർ 4 ദിവസം എന്ന് പറഞ്ഞാലും ഉംറ പറഞ്ഞ് തീരില്ല. അങ്ങനെ അവസാനം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കലാണ് അധികം ഹാജിമാർ. കാരണം 10 ക്ലാസ്സിൽ പോയാൽ 15 കൊല്ലത്തിലാണ് ഹജ്ജ് കേൾക്കുക. അവസാനം ഇതെല്ലാം ഞാൻ ചെയ്യേണ്ടതാണോ എന്ന് ചിന്തിച്ചിട്ടാണ് പോവുക. ഒന്നുമില്ല. ഒരു ബേജാറും ഇല്ലാത്ത അമലാണ് ഹജ്ജ് ഉംറയും. ഒരു ബേജാറും ഇല്ലാത്ത അമലാണ് ഹജ്ജ് ഉംറ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. ആരോഗ്യം മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ പൈസ ഏതായാലും വേണമല്ലോ, അവിടെ എത്തണ്ടേ.
അതുകൊണ്ടാണ് പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആരോഗ്യവും സമ്പത്തും ആരോഗ്യവും ഉള്ളവർക്ക് ഫർലായതാണ് ഹജ്ജ് എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അല്ലേ, സമ്പത്ത് വേണം, വഴിയാലും തടിയാലും മുതലാലും അല്ലേ പണ്ടുള്ള ഉസ്താദ്മാർ പഠിപ്പിച്ചത് അങ്ങനെയാണ്. വഴി എന്ന് പറഞ്ഞാൽ സാങ്കേതികത്വം. ഒരു രാജ്യം പറയുന്നു, ഇപ്പോൾ ഒമാൻ ഗവൺമെൻറ് പറഞ്ഞു ഈ കൊല്ലം ആരും ഹജ്ജിന് പോകാൻ പാടില്ല, പോകണ്ട, നിർബന്ധമില്ല, അടുത്ത കൊല്ലം പോയാൽ മതി, ഗവൺമെൻറ് പറയുന്നത് കേട്ടോളൂ. ഇപ്പോൾ ഇന്ത്യ രാജ്യം അത് തീരുമാനിക്കുന്നത് ഒരു 10 കൊല്ലത്തേക്ക് ഇന്ത്യയിൽ ആരും ഹജ്ജിന് പോകാൻ പാടില്ല. നമ്മൾ ആഹ്ലത്ത് നാളെ കുറ്റക്കാരനാവില്ല. ആ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ ആരെങ്കിലും മരിക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ നീ എന്താ ഹജ്ജ് ചെയ്യാത്തെന്നല്ല ചോദിക്കൂല. കാരണം വഴിയാൽ, അതിനാണ് വഴിയാൽ എന്ന് പറയുന്നത്. ഒരാളെ പാസ്പോർട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പാസ്പോർട്ട് ബാൻ ചെയ്തിരിക്കുകയാണ്, അയാൾക്ക് ഹജ്ജിന് വരാൻ കഴിയില്ല, വരണ്ട. വഴിയാൽ സാധിക്കുന്നെങ്കിലേ പോകേണ്ടതെന്ന് അള്ളാൻ്റെ കൽപ്പനയാണ്. പിന്നെ തടിയാൽ, നല്ല ആരോഗ്യം വേണം, ആരോഗ്യം മസ്റ്റാണ് ഹജ്ജിന് ഉംറയ്ക്കും. പിന്നെ വഴിയാലും തടിയാലായി മുതലായി വഴിക്കാണ് നമ്മൾ ഈ പറയുന്നത് യുദ്ധം നടക്കുകയാണ് വഴിക്കേടെയോ. അപ്പം മിക്കവാറും അപകടമാണ് വിമാനത്തിലെ യാത്ര. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റിൻ്റെ പിന്നെ സെക്യൂരിറ്റി അതിൻ്റെ സംവിധാനക്കാർ പറഞ്ഞു നിങ്ങൾ യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും, വരണ്ട, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. കാരണം നാളെ ആഖിറത്തിലേക്കല്ലേ ഹജ്ജും ഉംറയും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിപ്പോൾ മദീനത്ത് എത്തിച്ചിരിക്കുകയാണ്. എന്താ മോനെ, ഇപ്പം മദീനത്ത് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ജോലി മദീനത്ത് നിന്നാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ മദീനത്തുള്ളത് കൊണ്ട് മദീനത്ത് നിന്നാണ് ചെയ്യുന്നത്. മദീന എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. മദീനയിൽ ചെയ്യേണ്ട ജോലിയൊക്കെ 3-4 ജോലി അതിൽ പൂർത്തിയാക്കിയല്ലോ. അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല ഒരുപാട് കബൂലാക്കട്ടെ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ ഒരു ജോലി നമ്മളിവിടെ ചെയ്തത് എന്താണ്? ഇവിടെ ചെയ്തിരിക്കേണ്ട ജോലി 4 ജോലിയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഒന്നാമത്തെ വിഷയത്തിൽ 4 ജോലിയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. നമ്മുടെ യാത്ര ഇൻഷാ അല്ലാഹ് നാളെ രാത്രി 8 മണിക്ക് വണ്ടി വരാനാണ് പറഞ്ഞിരിക്കുന്നത്. കാറിലാണ് പോകുന്നത്. നാളെ 8 മണിക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത് വണ്ടി. അപ്പം മഗ്‌രിബും ഇശാവും കൂടി നിസ്കരിച്ച് വന്ന് ഉടൻ തന്നെ എന്തെങ്കിലും ചെറുങ്ങനെ കഴിച്ച് എന്തെങ്കിലും സാൻഡ്വിച്ചോ എന്തെങ്കിലും കഴിച്ചിട്ട് ഭക്ഷണം വിശാലമായിട്ട് വഴിക്കുന്നത് കഴിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈറുർ റാസിഖീൻ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടും. നല്ല വഴിതോറും പിന്നെ പെട്രോൾ പമ്പ്, ഇസ്തിറാഹകളും പള്ളികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇശാവും മഗ്‌രിബും നിസ്കരിച്ചിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ ആ വിഷയം വരുന്നില്ല, നിസ്കാരത്തിൻ്റെ വിഷയം വരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എവിടെയും കയറിയാൽ മതി. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? നാളെ ഇൻഷാ അല്ലാഹ് അസ്ർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ടോ പെട്ടെന്ന് വന്നിട്ടോ നമ്മൾ ചെയ്യേണ്ട 4 ജോലി. ഒന്നാമത്തെ ജോലി നിയ്യത്തിന് ഉംറയ്ക്ക് വേണ്ടി കുളിക്കുക. ഉംറയ്ക്ക് വേണ്ടി കുളിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഹജ്ജിനും ഉംറയ്ക്കും പോന്നാലോട് കുളിച്ച് തടി വൃത്തിയാക്കാൻ. അതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നഖം 10 വിരലിൻ്റെയും നഖം കൃത്യമായിട്ട് മുറിച്ച് ശരിയാക്കുക. മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. അതിൻ്റെ മേലെ മുറിച്ചിട്ട് പിന്നെ ഇതാക്കാൻ നിൽക്കണ്ട, നഖം കളയാക്കണ്ട. താടി നന്നായിട്ട് ഒപ്പിക്കുക, താടി മീശൻ റെഡിയാക്കുക, നല്ല കുട്ടപ്പനായിട്ട് പോകണം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക്. പിന്നെന്താ വേണ്ടത്? പെണ്ണുങ്ങൾ മുടിയൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കി ചീകി നന്നായിട്ട് കെട്ടി റെഡിയാക്കുക, മുടി പുറത്ത് കാണാത്ത രീതിയിൽ. അപ്പോൾ കുളിക്ക് മുമ്പ് ചെയ്യേണ്ട ജോലി, കുളി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ജോലിയാണ് ഈ മുടി വാർന്ന് പിടിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ജോലി മനസ്സിലായല്ലോ, ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. ഇവിടെ വെച്ച് ചെയ്യേണ്ട ജോലി അതാണ്. ആ ജോലിക്ക് മൊത്തത്തിൽ ഒരു പേര് പറയാം, ഇഹ്റാം കെട്ടുക എന്ന്. നമ്മുടെ നാട്ടിലങ്ങനെ പറയില്ലേ, ഇഹ്റാം കെട്ടുക എന്നുള്ളത് ഏതോ നാടന്മാർ പറഞ്ഞ ഭാഷയാണ്. ഇഹ്റാം ചെയ്യുക എന്നാണ് നല്ല വാക്ക്. ഇഹ്റാം ചെയ്യുക എന്നാണ്. അതായത് ഉംറൻ്റെ ഒന്നാമത്തെ ജോലി ഇഹ്റാം. ഇഹ്റാമിന് വേണ്ടിയാണ് ഈ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ആദ്യം കുളിച്ച് റെഡി. അപ്പം നാളെ അസ്ർ കഴിഞ്ഞിട്ട് കുളിച്ചാലും മതി, മഗ്‌രിബ് കഴിഞ്ഞിട്ട് കുളിച്ചാലും മതി, ഉച്ച കുളിച്ചാലും മതി. നിയത്ത് നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയുള്ള കുളിയാന്ന് മാത്രം. ആ സമയത്ത് തന്നെ കുളിക്കണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ കുളിച്ച് റെഡിയാണ്. കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇത്രയും പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക. ഓർമ്മ വേണം. എന്നെങ്കിലും ഞാൻ മസ്കത്തിൽ വരാൻ ഇടവന്നാൽ ഞാൻ ചോദിക്കും, ഈ പറഞ്ഞൊന്ന് എണ്ണി പറഞ്ഞു തരേണ്ട ഒരുപാട്. മനസ്സിലായില്ലേ? എന്താ ബിലാൽ?
ബിലാലിച്ചിരി ഗൗരവത്തിലാ. റെഡിയാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. രണ്ടാമത്തെ ജോലി എന്താ പറഞ്ഞത്? വസ്ത്രം. പുരുഷന്മാർക്ക് പ്രത്യേക വസ്ത്രമാണ്, സ്ത്രീകൾക്ക് പ്രത്യേക വസ്ത്രമില്ല. പുരുഷന്മാരുടെ വസ്ത്രം ഒരു തുണി ഉടുക്കണം, ഒരു തുണി പുതക്കണം, തീർന്നു. പിന്നെ ഉള്ളിലുള്ള ഒരു പരിപാടി, ഷഡ്ഡി, അതേപോലെ ബനിയൻ, അതേപോലെ അങ്ങനത്തെ ഒരു പരിപാടിയും പറ്റില്ല. ഷോക്സ് മുതൽ ഇങ്ങോട്ട് ഈ തുണിയല്ലാതെ വേറെ ഒന്നും പറ്റില്ല. ഒരു തുണി ഉടുക്കണം, ഒരു തുണി പുതക്കണം. എന്താ കാര്യം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ ഭവനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോലത്തിന് വേണം വരാൻ. രാജാവിനോടും പറഞ്ഞു അല്ലാഹു തആല, തൊഴിലാളിയോടും പറഞ്ഞു, അടിമയോടും പറഞ്ഞു. എൻ്റെ വീട്ടിലേക്കാണോ? അതെ. എങ്കിൽ ഈ കോലത്തിൽ വേണം വരാൻ. തുണി ഉടുക്കണം, തുണി പുതക്കണം. തയ്യാറുണ്ടോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അതാണ് ആ വാക്കിൻ്റെ വായന. തയ്യാറാണ് അല്ലാഹുവേ, ഞാൻ റെഡിയാണ് അല്ലാഹുവേ. അതാണ് തൽബിയത്ത്. വല്ലാതെ സംഭവമാണ് കേട്ടാ. അപ്പം മനസ്സിൽ വേറെ ഒന്നുമില്ലേ? ജനിച്ചിട്ട് ഇതുവരെ തുണി കൊടുത്തിട്ടില്ല. അപ്പം മിക്കവാറും നിങ്ങളെ അവസ്ഥയിലാകുന്ന തന്നെയായിരിക്കും. തുണി കൊടുക്കലുണ്ടാ? അല്ലേ? എപ്പോഴത്തിന് ഓർമ്മയുണ്ടല്ലേ? അപ്പം തുണി കൊടുത്ത് ശീലം ഉണ്ടായില്ലേ? പണ്ട് പെരുമ്പാവൂരിൽ ഒരാൾ എൻ്റെ കജ്ജിനുണ്ടായിരുന്നു ഒരു കൊല്ലം. അയാൾ ചോദിച്ചു, ഉസ്താദേ എന്ത് വേണമെങ്കിലും ചെയ്യാം, തുണി കൊടുക്കാൻ കഴിയില്ല എന്നെ കൊണ്ട്. അയാൾ ജനിച്ചിട്ട് തുണി കൊടുത്തിട്ടില്ല. ഞാൻ ഒരു രക്ഷയില്ല തുണി കൊടുക്കാണ്ട്. കാരണം മീക്കാത്തിൽ വെച്ച് അള്ള ചോദിക്കും ഡ്രസ്സ് മാറ്റാൻ. പറ്റൂല എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോയിക്കൊള്ളാൻ വേണ്ടി പറയാല്ല. അപ്പോൾ ഒരു തുണി ഉടുക്കുക, ഒരു തുണി പുതക്കുക. കാര്യം മനസ്സിലായല്ലോ? ഈ ജോലി മുഴുവനും തീരുന്നത് വരെ ആ തുണി ഉണ്ടായിരിക്കണം. പറയാം, ബെൽറ്റ് കെട്ടാം, വാച്ച് കെട്ടാം, കണ്ണട ഇടാം, എനിക്ക് സംശയമില്ലല്ലോ. ഷോക്സ് ഇടാൻ പറ്റില്ല, ഷൂ ഇടാൻ പറ്റില്ല, കാല് പുറത്ത് കാണണം, ചെരുപ്പിടാം. അത് വെള്ളിച്ചെരുപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. വിരലും മടമ്പും പുറത്തായാൽ മതി. 5 വിരലും മടമ്പും പുറത്തായാൽ മതി. അതുകൊണ്ട് വെള്ളിച്ചെരുപ്പ് തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. വെള്ളിച്ചെരുപ്പിട്ട പ്രശ്നമില്ല. എന്തിനാണ് അങ്ങനെ എന്തെങ്കിലും ജാറിപ്പോയാലും വലിയ ബുദ്ധിമുട്ടാണ്. ചെരുപ്പ് തന്നെ ഇട്ടിട്ട് പോയിക്കോളി. നഅലൈൻ എന്നാണ് റസൂലുള്ളാഹി ഞങ്ങൾ വചരിക്കുന്നത്. 2 ചെരുപ്പ്. പിന്നെ അതിന് നമ്മൾ സിഫത്ത് ഉണ്ടാക്കണ്ട ചെരുപ്പിന്. ഷൂ, കാല് മുഴുവനും മറയുന്ന ഷൂ, അത് പറ്റൂല. ഇതൊന്നും പെണ്ണുങ്ങൾക്ക് ബാധകമല്ല. പെണ്ണുങ്ങൾക്ക് സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മഅസിയത്തിൻ്റെ വസ്ത്രം, ഇത്താഅത്തിൻ്റെ വസ്ത്രം, ഇത്തിബായിൻ്റെ വസ്ത്രം. ഇവിടുന്ന് പോകുമ്പോൾ ഇത്തിബായിൻ്റെ വസ്ത്രത്തിൽ പോകണം. ഇവിടുന്ന് പോകുമ്പം ഇത്തിബായിൻ്റെ വസ്ത്രത്തിൽ പോകണം. വഴിയിൽ വെച്ചാണ് അവസാനത്തെ ജോലി പൂർത്തിയാക്കേണ്ടത്. ആ സമയത്താണ് അല്ലാഹു തആല ചോദിക്കുക എങ്ങോട്ടാണ്. ഉപ്പയും മക്കളൊക്കെ എങ്ങോട്ടാ? അല്ലാഹു ചോദിക്കും, അല്ലാഹുവേ നിൻ്റെ ഭവനത്തിലേക്ക്, കഅബാലയത്തിൽ. അപ്പോൾ അല്ലാഹു തആല ചോദിക്കുന്നു പുരുഷന്മാരോട്, എൻ്റെ ഭവനത്തിലേക്കാണോ? എങ്കിൽ നിൻ്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റ്, എന്നിട്ട് ഞാൻ പറയുമ്പോഴത്തെ തുണി കൊടുക്കുക. തയ്യാറുണ്ടോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അവിടെ വെച്ചാണ് പറയേണ്ടത്. ഒരു നിശ്ചയ സ്ഥലമുണ്ട്, അത് പറഞ്ഞുതരാൻ. ആ സ്ഥലത്തെത്തുമ്പോഴാണ് ഈ ചോദ്യം ഉത്തരമെല്ലാം വരേണ്ടത്. അതിന് മുമ്പുള്ള ഒരുക്കമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അവിടെ എത്തിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടാവും. അവിടെ എത്തിയാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അത് വേണ്ട, ഇവിടെ നിന്ന് തന്നെ ചെയ്തിട്ട് പോയാൽ മതി. വണ്ടി പോകുന്നതല്ലേ സ്വന്തം. പെണ്ണുങ്ങളോട് അല്ലാഹു തആല ചോദിക്കും, എങ്ങോട്ടാ? കഅബാലയത്തിലേക്ക്, നിൻ്റെ വീട്ടിലേക്ക് ആണോ? എങ്കിൽ നിൻ്റെ മുഖം ഇന്ന് വരെയും ഒരാൾ കണ്ടിട്ടില്ല. നീ അന്തസ്സുള്ള തറവാട്ടിലെ പെണ്ണാണ്, നീ അന്തസ്സിൽ ജീവിക്കുന്ന പെണ്ണാണ്. അയൽവക്കക്കാർ പോലും നിൻ്റെ മുഖം കണ്ടിട്ടില്ല. നീ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന പെണ്ണാണ്. പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അന്യര് നിൻ്റെ മുഖം കാണാറില്ല. ആ കൽപ്പിക്കപ്പെട്ടവർ മാത്രമേ നിൻ്റെ മുഖം ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നിൻ്റെ മുഖം മൂടി അഴിച്ചു മാറ്റ്, ഇനി എല്ലാവരും കാണട്ടെ നിന്നെ. ലബ്ബൈക്, ഞാൻ തയ്യാറാണല്ലോ. എനിക്ക് ശീലമില്ല, മുഖം തുറന്നിട്ടിട്ട് എനിക്ക് ശീലമില്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ വളർന്നിട്ടില്ല, എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നീ പറയുന്നു ഇപ്പോൾ മുഖം തുറന്നുവിടാൻ, ഞാൻ തയ്യാറാണ്. അതാണ് ഹജ്ജ്. ഈ ഹജ്ജ് നിസ്സാര വിഷയമൊന്നുമല്ല. ഇതുവരെ ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ അല്ലാഹു തആല നീ ചെയ്യരുതെന്ന് പറയും. റെഡിയാണ് അല്ലാഹുവേ, ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, അത് ചെയ്യാണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, ഓൻ്റെ കാര്യം പോക്കാം. അങ്ങനെ ചില ആളുണ്ട്. അത് ചില
ഇതുവരെ അങ്ങനെ ഞാനിതുവരെ തൊപ്പിയിടാണ്ട് ജീവിച്ചിട്ടില്ല. ഒരു കളവന്മാർ പറയും, ഞാനിതുവരെ തൊപ്പിയിടാണ്ട് നിസ്കരിച്ചിട്ടില്ല, എന്നെക്കൊണ്ട് തൊപ്പിയിടാണ്ട് നിസ്കരിക്കാൻ പറ്റില്ല. ഇറാൻ കിട്ടിയിട്ടേ ഹജ്ജിൻ്റെ സമയത്ത് മിനായിലൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ്. അതിൻ്റെ രീതി അറിയാത്തതുകൊണ്ടാണ്. അള്ളാഹു പറയുന്നു, നാം അനുസരിക്കുന്നു. എന്തുകൊണ്ട്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ അനുസരിക്കും? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പം വസ്ത്രം, ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചോളം സാധാരണ വസ്ത്രം, ഷൂടാം, ഷോക്സ് ഇടാം, സാധാരണ പോലെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ സാധാരണ പോലെ. അവിടെ എത്തുമ്പോൾ അള്ളാഹു തആല പറയും, ഇനി നീ മുഖവും മറക്കാൻ പാടില്ല, നിന്റെ കൈയും മറക്കാൻ പാടില്ല. നിസ്കരിക്കുമ്പോൾ ഔറത്ത്, നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുമ്പോൾ അത് ഔറത്ത്, ഹജ്ജിനും അതാണ് ഔറത്ത്. ആരെങ്കിലും ചോദിക്കണ്ട, നിനക്ക് ഞാൻ മുഖം മറച്ചിട്ടേ ഇരിക്കുമെന്നെടുത്ത് വാശി പിടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ? ഹജ്ജിൻ്റെ ഔറത്ത് അങ്ങനെ തന്നെ പെണ്ണുങ്ങൾക്ക്. അവിടെ എത്തുമ്പോൾ അള്ളാഹു തആല പറയുകയാണ്. അപ്പോഴാണ് നമ്മൾ ലബ്ബൈക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ചൊല്ലിയേ, ഞാൻ ചൊല്ലിത്തരാം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ചൊല്ല്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. മുൽക്ക് ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഒന്ന് ചൊല്ലിയേ. മാഷാ അല്ലാഹ്. ഒന്നുകൂടി ചൊല്ല്. ഒന്നുകൂടി. മാഷാ അല്ലാഹ്. ഇതാണ് ഉംറ ചെയ്യുന്ന ആളെ ദിക്ർ. ഉംറൻ്റെ പണി പൂർത്തിയാകുന്നത് വരെ ഇതാണ് ദിക്ർ. ചൊല്ലിക്കൊണ്ടിരിക്കണം. വണ്ടി പോകുമ്പോഴൊന്നും വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഇരിക്കരുത്. ഇതന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ തന്നെ ഉടൻ തന്നെ തൽബിയത്തിലേക്ക് മടങ്ങണം. അപ്പം എന്തെങ്കിലും ജോലി, സാധാരണ നമ്മളെ മനുഷ്യരല്ലേ, അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തൽബിയത്ത് ഓർമ്മ. ഈ തൽബിയത്ത് ഇങ്ങനെ അതവിടെ നമ്മൾ പറയാം, ലബ്ബൈക്ക് ഞാനിതാ ഹാജരായിരിക്കുന്നു അല്ലാഹുവേ, ലബ്ബൈക്ക് ഞാനിതാ വന്നിരിക്കുന്നു നീ വിളിച്ചിട്ട്, അല്ലാഹുമ്മ ലബ്ബൈക്ക് അല്ലാഹുവേ നീ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, ലാ ശരീക ലക ലബ്ബൈക്ക് നിന്റെ ഒന്നിച്ച് വേറൊരാളെയും ഞാൻ പങ്കെടുപ്പിക്കുന്ന പ്രശ്നമില്ല, ഒരാളെയും ഞാൻ ഈ കൂട്ടൂല, നിനക്ക് പകരം നീ മാത്രം, ലബ്ബൈക്ക് ആ രീതിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൽ ഹംദ എല്ലാ സ്തുതികളും, വൻ നിഅമത എല്ലാ അനുഗ്രഹങ്ങളും, ലക്ക നിനക്കവകാശപ്പെട്ടതാണ്, വൽ മുൽക്ക് അധികാരം എല്ലാം നിനക്കവകാശപ്പെട്ടതാണ്, ലാ ശരീക ലക് ഇതിലൊന്നും ഒരു തങ്ങക്ക് പങ്കില്ല, ഒരു നബിക്ക് പങ്കില്ല, ഒരു റസൂലിന് പങ്കില്ല, ഒരു ശൈഖിന് പങ്കില്ല, ഒരു വലിയന് പങ്കില്ല, എല്ലാം തൗഹീദിൻ്റെ വചനമാണ് തൽബിയത്ത്. അപ്പോൾ മാഷാ അല്ലാഹ് കുളിച്ചു, വസ്ത്രം മാറ്റി, ഇവിടുത്തെ ജോലി തീർന്നു, വീട്ടിലെ ജോലി റൂമിലെ ജോലി തീർന്നു, കുളിച്ചു വസ്ത്രം മാറ്റി, അത്രയും ജോലിയെ ഇവിടുന്ന് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ 8 മണിക്ക് വണ്ടി വരും. ആ വണ്ടിയിൽ നമ്മൾ യാത്രൻ്റെ അലിമികളുണ്ട്, അദ്ദേഹമുണ്ട്, നിസാർ മൗലവിയുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ഫത്തുദ്ദീനും വരും. അപ്പോൾ ഒന്നിനും നിങ്ങൾക്ക് അള്ളാഹു തആല മുടക്കം വരുത്തൂല. കാര്യങ്ങൾ കൃത്യമായിട്ട് ആദ്യം ചെയ്യുന്നതാണ്, അത് വളരെ ഭംഗിയായി ചെയ്യണം. കാരണം ഒന്നാമത്തത് ഫർളും പിന്നെ ചെയ്യുന്നതെല്ലാം സുന്നത്തായിട്ടാണ് പരിഗണിക്കുക. അള്ളാഹു തആല എളുപ്പാക്കി തരട്ടെ. അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചാൽ ഇഹ്റാം മീഖാത്തിൽ വെച്ചായിരിക്കണം, ഇതൊരു നിയമമാണ്. അതായത് ഹജ്ജിലോ ഉംറക്കോ പ്രവേശിക്കുന്നത് മീഖാത്തിൽ വെച്ചായിരിക്കണം. എന്താണ് മീഖാത്ത്?
അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കൊരു നിശ്ചിത സ്ഥലം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ സ്ഥലത്തെത്തുമ്പോഴാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. മദീനയിൽ നിന്ന് പോകുന്നവർക്കുള്ള മീഖാത്ത് ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 10, 15, 20 കിലോമീറ്റർ അപ്പുറത്ത്, ഒരു 25 കിലോമീറ്റർ സുമാർ മക്കയിലേക്ക് പോകുന്ന വഴി ആണ് ദുൽഹുലൈഫ. അവിടെ നിന്നായിരുന്നു അന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിയത്. അതുകൊണ്ട് മദീനക്കാരുടെ മീഖാത്ത് ദുൽഹുലൈഫയാണ്. ഇന്ത്യക്കാരുടെ മീഖാത്ത് യലംലം, യമനടുത്ത് യലംലം എന്ന് പറയുന്ന സ്ഥലമാണ്. റിയാദ് ആ ഭാഗത്തുനിന്ന് വരുന്നവർക്കുള്ള മീഖാത്ത് കർണുൽ മനാസിലാണ്, തായിഫിൽ. അങ്ങനെ മീഖാത്തിലാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ മദീനക്കാരാണ്. ഇപ്പോൾ നമ്മളാരാണ്? മദീനക്കാരാണ്. മദീനക്കാരായ നമുക്കുള്ള മീഖാത്ത് ദുൽഹുലൈഫയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നേരെ ദുൽഹുലൈഫ. അവിടെ വലിയ പള്ളിയുണ്ട്, 100 കണക്കിന് ബാത്റൂംസ് ഉണ്ട്, ഉദു ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. അതിനൊന്നും മെനക്കെടണ്ട. എന്ന് തന്നെ ഉദുവെല്ലാം ഉണ്ടാക്കി ബാത്റൂമിലെല്ലാം ഇവിടെ തന്നെ പോയിട്ട് റെഡി ആയിട്ട് 8 മണിക്ക് കയറിയാൽ മതി. സാറേ കാരണം അവിടെ പോയിട്ട് അപ്പുറം നിൽക്കണ്ടില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ആ പള്ളിയിലേക്ക് പോകണം. പെണ്ണുങ്ങൾക്ക് വേറെ സ്ഥലമാണ്, ആണുങ്ങൾക്ക് വേറെ സ്ഥലം. ഒരേ പള്ളി തന്നെ 2 വാതിലാണ്. എല്ലാം കാണുന്നില്ലേ? സ്ത്രീകൾക്ക് വേറെ പ്രത്യേകമായിട്ടുള്ള അത് നോക്കി അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഹജ്ജിനൊക്കെ ഉള്ള തിരക്കല്ലേ വലിയ. ആ വലിയ പള്ളി വഴിയൊക്കെ നിശ്ചയിക്കണം, ഒന്നിച്ചെന്നെ കൂടണം, ആരും വേറെ വേറെ ആയി പോകരുത്. അപ്പോൾ ആദ്യം പെണ്ണുങ്ങളെ അവരെ 3 പേരെയും ആ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കി അങ്ങോട്ട് കയറ്റിയിട്ട് മാത്രമേ നിങ്ങൾ ഇപ്പുറത്തേക്ക് പള്ളിയിലേക്ക് കയറാവൂ. അപ്പോൾ അവരെന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിൽ കയറി ചെയ്യേണ്ട ജോലി ചെയ്തിട്ട് അതേ ഗേറ്റ് തന്നെ വന്ന് നിൽക്കണം. ആണുങ്ങൾ ഇറങ്ങി ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവരെയും കൂട്ടിയിട്ട് വണ്ടിൻ്റെ അടുത്തേക്ക് പോകണം. എൻ്റെ രീതി മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവരുത്, എല്ലാവരും ഒന്നിച്ച് തന്നെ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ കുറേ എല്ലാവരും ഒരേ വേഷത്തിലായിരിക്കും, പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. എല്ലാവരും ഇതേ വസ്ത്രത്തിൽ ഒരു തുണി കൊടുത്തിട്ട് ഒരു 100 ആളിങ്ങനെ പോയി കൊടുത്തിട്ട് ഉപ്പ ആരാന്ന് ഉമ്മ ആരാന്ന് അല്ല ചേട്ടൻ ആരാന്ന് മനസ്സിലാവുമോ? മനസ്സിലാവും. മുഖം നോക്കിയാൽ തന്നെ ചിലപ്പോൾ രാത്രിയാന്ന് ചിലപ്പോൾ തിരിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് അപ്പുറം ഇപ്പുറത്തേക്കൊന്നും പോയി കളയരുത്. മനസ്സിലായി? അപ്പോൾ ദുൽഹുലൈഫയിൽ ഇൻഷാ അല്ലാഹ് വണ്ടി എത്തും, വണ്ടി സൈഡാക്കും, നമ്മൾ പള്ളിയിൽ പ്രവേശിക്കും. ദുൽഹുലൈഫക്ക് ഇപ്പോൾ പള്ളിയുണ്ട്, അന്ന് പള്ളിയില്ല. അന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനയിലെ പള്ളിയിലെ മിമ്പറിൽ വെച്ച് പ്രഖ്യാപിച്ചു, ഞാൻ ഹജ്ജിന് പോവുകയാണ്, തയ്യാറുള്ളവരെല്ലാം ഒരുങ്ങിക്കൊള്ളുക എന്ന്. അങ്ങനെ അഷ്റഫുൽ ഖൽഖിൻ്റെ ഒന്നിച്ച് 10,000 പേര് ഇവിടെ നിന്ന് കൂടി. എല്ലാവരും കൂടി യാത്ര ചെയ്ത് അവിടെ എത്തി. ഒരു മലഞ്ചെരുവാണ് അന്നത്തെ മലഞ്ചെരുവ്. അവിടെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞ അള്ളാഹുവിൻ്റെ കൽപ്പന. അവിടെ താമസിച്ചു, അവിടെ കൂടി. അവിടെ നിന്നാണ് റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് വേണ്ടി നിയത്ത് ചെയ്യുന്നത്. നിയത്ത് ചെയ്തതിൻ്റെ പേരാണ് ഇഹ്റാം. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിയത്ത് ചെയ്യുന്നില്ല, അല്ലാഹു അക്ബർ, അതാണ് ഇഹ്റാം. അവിടെ എത്തുമ്പോഴേക്കും ഏതാണ്ട് ഒരു 50,000-ഓളം പേരായി റസൂലുള്ളാഹി തങ്ങളോടൊപ്പം. മക്കത്തെ അറഫയിലെത്തുമ്പോൾ അത് 1,24,000-ഓളം പേരായി, 25,000-ഓളം പേര്. അങ്ങനെയാണ് അള്ളാൻ്റെ റസൂൽ. അപ്പോൾ അള്ളാൻ്റെ റസൂൽ അന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിയ മീഖാത്തിൽ വെച്ചാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടുന്നത്. നമ്മൾ നാടൻ ഭാഷയിൽ തന്നെ പറയാം ഇഹ്റാം കെട്ടുക, എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പള്ളി കയറിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേക നിസ്കാരത്തിൻ്റെ സമയമായിരിക്കൂല നമ്മളവിടെ എത്തുന്നത്. ഇശാ ഇവിടെ നിസ്കരിച്ചല്ലോ, 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കുക. ഇഹ്റാമിൻ്റെ 2 റക്അത്ത് എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരമില്ല. ഏത് നിസ്കാരത്തിൻ്റെ ശേഷവും ആയാലും മതി, ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷമായിരിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം 2 റക്അത്ത് ഇഹ്റാമിൻ്റെ സുന്നത്തായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതേ സമയത്ത് ഏതെങ്കിലും ഒരു നിസ്കാരത്തെ ഫർദ് നിസ്കാരത്തിന് ശേഷം ആയാലും മതി. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക നിസ്കാരങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നിസ്കരിക്കാം? തഹിയ്യത്ത് നിസ്കരിക്കാം. പള്ളി കയറി 2 റക്അത്ത് നിസ്കരിക്കണ്ടേ? ആ നിസ്കാരം നിങ്ങൾ നിർവഹിച്ചോളെ. എന്നിട്ട് കൂട്ടമായി ഇരുന്നോളെ. ഇൻഷാ അല്ലാഹ് കൂട്ടമായി ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് നിയ്യത്തിൻ്റെ വഴികൾ പറഞ്ഞു തരുന്നത്. 2 മൗലവിമാരുണ്ടല്ലോ, അവർ ഇൻഷാ അല്ലാഹ് ശരിയാക്കി തരും. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന്, അല്ലെങ്കിൽ കൂട്ടമായി ഇരുന്ന് നമ്മൾ മനസ്സിൽ ഉംറ കരുതണം. ആദ്യം നിയ്യത്ത് നാവുകൊണ്ട് പറയുന്ന പരിപാടി ഇസ്ലാമിലില്ല. ഞാൻ നിസ്കരിക്കുന്നു 4 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി അല്ലാഹു അക്ബർ, അങ്ങനൊരു പരിപാടിയില്ല. നിയ്യത്ത് കൽബിൻ്റെ ജോലിയാണ്, നാവിൻ്റെ ജോലിയല്ല. അപ്പം മനസ്സിലാണ് നിയ്യത്ത് ഉണ്ടാവേണ്ടത്. നിസ്കാരമായാലും നിൽക്കുക, 2 സെക്കൻഡ് നിസ്കാരത്തെപ്പറ്റി ചിന്തിക്കുക. ഞാൻ ളുഹറാണ് നിസ്കരിക്കാൻ പോകുന്നത്,
എത്ര റക്അത്താണ്, അത് മനസ്സിൽ കരുതുക. നാവുകൊണ്ട് പറയേണ്ടത് നിയ്യത്തിൻ്റെ ഭാഗം അല്ലാഹു അക്ബർ എന്ന വാക്കാണ്. ഇതേപോലെ തന്നെ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ഉംറ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് നാവുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന പരിപാടി ബിദ്അത്താണ്. അങ്ങനെ ഒരു പരിപാടി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ ഉംറയെപ്പറ്റി ബോധമുണ്ടായിരിക്കുക. ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. സമയം നോക്കിയാൽ സംഗതി നടക്കില്ല, സംഗതി തീർന്നല്ലേ പറ്റും. എനിക്ക് പിന്നെ ഇങ്ങനെ അലുവ മുറിച്ചതുപോലെ 1, 2, 3 എന്ന് പറയുന്നത് ശീലയില്ല. എനിക്ക് പറയുമ്പം നല്ല വിശദമായി വിശദീകരിച്ചിട്ട് പറയാം. അങ്ങനെയാണ് ശീലിച്ചത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ ബുദ്ധിമുട്ടാകും? നിങ്ങളല്ലേ മുറുക്കുമെന്ന് ഞാനല്ലല്ലോ. ബിലാൽ, എനിക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ. വിശക്കുന്നുണ്ടോ? നാളെ കണ്ടാസാട് വെക്ക്. പിന്നെന്താ പിന്നെ അള്ളാഹു ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്ത് തരട്ടെ. കാരണം ഭക്ഷണം അല്ല എന്നെ തരണം. ലക്ഷങ്ങൾ കീശയിലുണ്ടായാലും ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹ് തീരുമാനിച്ചാൽ അള്ളാഹിനോട് എപ്പോഴും ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. റിസ്ക്കിന് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ നിന്ന് ഒന്നിച്ചുകൊണ്ട് മനസ്സിൽ ഉംറനെ പറ്റിയുള്ള ആ രൂപം നമ്മുടെ മനസ്സിൽ കാണും. ഉടൻ തന്നെ മനസ്സിൽ ഞാൻ ഇന്ന ജോലിയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കരുതി അതിനോട് യോജിപ്പിച്ചുകൊണ്ട് അല്ലാഹ് ഞാനിതാ പുറപ്പെട്ടിരിക്കുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് നിയത്തായി. ഏതുപോലെ അല്ലാഹു അക്ബർ എന്ന് നിസ്കരിക്കുമ്പോൾ പറയും പോലെ. അപ്പം നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ പറയുന്ന സ്ഥാനത്താണ് ഹജ്ജിനും ഉംറക്കും ലബ്ബൈക് അല്ലാഹുമ്മ പറയൽ. നിയത്ത് തൽബിയത്ത് പറഞ്ഞ് നിയത്തിൽ പ്രവേശിക്കുക, തൽബിയത്ത് പറഞ്ഞ് എഹ്റാമിൽ പ്രവേശിക്കുക, തൽബിയത്ത് പറഞ്ഞ് എഹ്റാമിൽ പ്രവേശിക്കുക. വേറൊന്നും ചെയ്യേണ്ടില്ല. നമ്മൾ വസ്ത്രത്തിലാണ്, മാഷാ അല്ലാഹ് നിസ്കരിച്ചു അവിടെ പോയിട്ട് അള്ളാഹുവിനോട് 2 മിനിറ്റ് ദുആ ചെയ്തു, അള്ളാഹുവെ എളുപ്പാക്കി തരണം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞു. എന്നിട്ട് നിയത്ത് ഇഹ്റാമിൽ പ്രവേശിക്കുക. എന്താണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഉംറൻ്റെ അമലുകൾ, അവിടെ പോയിട്ട് ചെയ്യേണ്ട ജോലി, ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യുക, അതിനുവേണ്ടി ഞാനിതാ ഇറങ്ങുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. പിന്നെ അത് പൂർത്തിയാക്കുമ്പോൾ എല്ലാം 3 പ്രാവശ്യം ചെല്ലുക. ആദ്യത്തെ പ്രാവശ്യം ബി ഉംറത്തിന് വേണ്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം വെറും ലബ്ബൈക് തൽബിയത്ത് മാത്രം മതി. ആദ്യത്തെ പ്രാവശ്യം ബി ഉംറത്തിൻ. ഇപ്പോൾ 1ാമത്തെ ജോലി പൂർത്തിയായി. ഉംറൻ്റെ 4 ജോലിയല്ലേ പറഞ്ഞത്, 1 ജോലി പൂർത്തിയായി. ഏതാണ്ട് മനസ്സിന് കോലമായല്ലോ. റൂമിൽ വെച്ച് ചെയ്യേണ്ട 2 ജോലി, ഇങ്ങനെ റൂമിൽ വെച്ച് ചെയ്യേണ്ട അല്ലേ, കുളിക്കലും വസ്ത്രം മാറ്റലും. പള്ളിയിൽ വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക, തൽബിയത്ത് പറഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇപ്പോൾ 1ാമത്തെ ജോലി പൂർത്തി. ഇപ്പം നമ്മൾ മുഹരിമായി. ഇപ്പം നമ്മളെ പേരെന്താണ്? മുഹരിം. ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തവൻ, ഇവൻ്റെ ദുആക്ക് ഉത്തരമുണ്ട്. ആ ഇരുത്തത്തിൽ ദുആ ചെയ്യണം. അത്യാവശ്യമുള്ള കാര്യം. 1ാമത്തെ കാര്യം എന്തായിരിക്കണം? അല്ലാഹ് ഈ ഉംറ ചെയ്യുന്നത് എളുപ്പമാക്കി തരണേ അല്ലാഹ്. 2ാമത്തെ ചോദ്യം, അത് നീ കബൂലാക്കുകയും ചെയ്യണേ അല്ലാഹ്. 3ാമത്തെ ചോദ്യം, എൻ്റെ ഹിദായത്ത് മരിക്കുന്നത് വരെ നിലനിൽക്കുന്നതിന് ഈ ഉംറയെ നീ കാരണമാക്കി തരണേ അല്ലാഹ്. 4ാമത്തെ ചോദ്യം, നാളെ നിന്നെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നിനക്ക് പറഞ്ഞ ഷഹാദ ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ പര്യാപ്തമായ ഉംറയാക്കി തരണേ അല്ലാഹ്. ഏതാണ്ട് മനസ്സിലായല്ലോ മൊലീസാഹേ? അത്യാവശ്യമുള്ള ദുആ വേണം അവിടെ ദുആ ചെയ്യാൻ. കാരണം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഇഹ്റാം കെട്ടി തൽബിയത്ത് പറഞ്ഞ ഉടനെ. അതുകൊണ്ട് ഒരു 5 നിങ്ങൾക്ക് സ്വന്തം വണ്ടി പോകുന്നില്ല, ബസ്സിൽ വേറെ ആരും കാത്തുക്കുകയും ചെയ്യില്ലല്ലോ. നമുക്കൊന്നും സാധിക്കില്ല ചിലപ്പോൾ. കാരണം ഡ്രൈവർ ഇങ്ങനെ ഓണടിക്കും. അവിടെ ഒന്നിനും നിരക്കാം. ഇപ്പം നിങ്ങൾക്ക് നേരമുണ്ട്, സമയമുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക. ആദ്യം വരുന്നതാണ്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ദുആ ചെയ്യുക. ദുനിയാവ്, ദീന്, ആഖിറം. ദുനിയാവ്, ദീന്, ആഖിറം. ദുനിയാവിൻ്റെ കാര്യങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾ നിലനിർത്താൻ, ഹറാമുകൾ തട്ടാതെ സംരക്ഷിക്കാൻ, അല്ലാഹു തആല ചെയ്തു തന്നിരിക്കുന്ന സൗകര്യങ്ങൾ നഷ്ടപ്പെടാതെ നിലനിർത്തി തരാൻ, അത് ഖൈറായ രീതിയിൽ ഉപയോഗപ്പെടാൻ, ഇതൊക്കെ ദുനിയാവിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ദീനിയായ ജീവിതം. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഷഹാദത്തിൻ്റെ ജീവിതം, തൗഹീദിൻ്റെ ജീവിതം, റിസാലത്തിൻ്റെ ജീവിതം.
അതാണ് ദീനിയായ ജീവിതം. അതിനുവേണ്ടി അല്ലാഹ് ഇന്നു മുതൽ തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇനി നീ അല്ലാതെ വേറെ ആരുമില്ല, നിന്റെ ഹബീബിനെ അല്ലാതെ നായകനായിട്ട് വേറെ ആരും ഞാൻ പരിഗണിക്കയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏതിനും എന്തിനും അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് ഐ ലാ മത്ബൂഅ ബിഹഖ്ഇൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് അനുസരിക്കാനും അനുകരിക്കാനും ഒരാളേ ഉള്ളൂ, അതെൻ്റെ മുഹമ്മദ് നബിയാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിലാൽ എഴുതിയിട്ട് പറയേ, നീ പറയേ, ചെറിയൊരു ക്ലാസ് കയറ്റം. ഉറങ്ങില്ലല്ലോ, ഉറങ്ങിയ ഞാൻ കണ്ണിക്കുത്തു. ബിലാലിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നത്, എന്താ നിന്റെ പിറകിലുള്ള കുട്ടൻസ് മനസ്സിലാകുന്നില്ല എനിക്ക്. ബിലാൽ നിങ്ങളെ കൂട്ടത്തിൽ നമ്പർ 1 മിടുക്കനാണ്, ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല അവനെ ഉയർന്ന ദർജയിൽ എത്തിച്ചേരട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ ദുആ ചെയ്യുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ദുആ ചെയ്യുക. ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് പലതും പറയാനുണ്ടാകും, കൂട്ടമായ ദുആ ഒന്നുമില്ല. ഞാൻ ദുആ ചെയ്യും, നിങ്ങൾ ആമീൻ പറയാം, നിങ്ങൾ മനസ്സേടിയോ ഉണ്ടാകും. ഞാൻ ചിലപ്പോൾ ദ്വാരക്കാൻ എന്തായിരിക്കും, എൻ്റെ ഒന്നിച്ചുണ്ടാകുക 10 പൊമ്മക്കളുള്ള ഉപ്പയായിരിക്കും എൻ്റെ ഒന്നിച്ചുണ്ടാകുക. ഞാനിങ്ങനെ ദുആ ചെയ്യും, അല്ലാഹ് പൊമ്മക്കളെ ഓശാരമായിട്ട് താ അല്ലാഹ്. അപ്പോൾ ഈ 10 പൊമ്മക്കളുള്ള ആളും പറയും ആമീൻ ആമീൻ. അയാൾക്ക് ആവശ്യം ആ മക്കളാണ്. ഇമാമിന് നിങ്ങൾക്ക് ആവശ്യം ആ മക്കളാണ്, ഇമാമിന് അറിയില്ലല്ലോ. ഇമാമിൻ്റെ ആവശ്യമാണ് അല്ലാഹ് പറയാം. അപ്പോൾ നമ്മൾ ആമീൻ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ തന്നെ ചിന്താവാണ്. ഇത്ര പരിപാടിയാണ്. അവരവർക്ക് ആവശ്യമുള്ളത് അവനും പറയാം അല്ലാഹിനോട്. ആൺകുട്ടികൾ ആവശ്യമുള്ളത് അവനും പറയാം, പെൺകുട്ടികൾ ആവശ്യം പെൺകുട്ടികൾ പറയാം. ദുആ എന്ന് പറഞ്ഞാൽ അതാണ്. അടിമയും ഉടമയും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണത്തിനാണ് ദുആ എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്. ഒന്നാമത്തെ ജോലി തീർന്നു. ഇനി നമ്മൾ തിരിച്ച് വണ്ടി കയറി യാത്ര തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ മുഹരിമാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ആണായാലും പെണ്ണായാലും സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇനി അങ്ങോട്ട് ആണായാലും പെണ്ണായാലും മുടി മുറിക്കുകയോ പൊട്ടിക്കുകയോ കളയുകയോ ചെയ്യാൻ പാടില്ല. ആണായാലും പെണ്ണായാലും നഖം മുറിക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഹറാമാണ്. നമ്മളെ ഉംറ ബാത്തിലാവില്ലെങ്കിലും ഉംറ പാടെ നഷ്ടപ്പെട്ടു. മനസ്സിലായല്ലോ? അതുകൊണ്ട് വാഷ് ബേസിൽ ഹോട്ടലിൽ നിന്ന് ചോറ് നിന്നിട്ട് വാഷ് ബേസിൽ കയറി കൈ കഴുകുമ്പോൾ അവിടെ മണമുള്ള സോപ്പോ മറ്റേ ആ കുന്ത്രാണത്തിന് എന്താ പറയുക, കൈ കഴുകുന്നേ ഹാൻഡ് വാഷിങ്ങിൻ്റെ പല പരിപാടികളില്ലേ, ഒന്നും ഉപയോഗിക്കരുത്. നല്ല മണമുള്ളതാണ്, അത്തർ ഉപയോഗിക്കരുത്, സ്പ്രേ ഉപയോഗിക്കരുത്. അതേ സമയത്ത് വസ്ത്രം മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ശരീരത്തിൽ നിങ്ങൾക്ക് സുഗന്ധം ഉപയോഗിക്കാം. പക്ഷെ സ്പ്രേയും ഇവിടുത്തെ അത്തറൊക്കെ ശരീരത്തിൽ പുകച്ചിലെടുക്കും, കാരണം എല്ലാം മറ്റേതാണ്. അതേസമയം ഊതുപോലെ ഒരു അത്ര നാളെ വാങ്ങിക്കോളിച്ചാ കൈ കൊടുതിരാ അൽഹംദുലില്ലാ. അപ്പോൾ അത് ശരീരത്തിൽ ആണായാലും ശരി പെണ്ണായാലും ശരി ശരീരത്തിൽ ഉപയോഗിക്കുക. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം യാത്രാ സമയത്ത് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം മണമില്ലാത്ത ചില വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ അന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പരസ്യമായി പർദ്ദയിലും മറ്റും ആകത്തക്ക വിധത്തിൽ സ്ത്രീകൾ ഇഹ്റാമിൻ്റെ തുണിയിൽ പരട്ടേണ്ടിയില്ല. അഥവാ ഇഹ്റാമിന് മുമ്പ് അത്ര ഇഹ്റാമിൻ്റെ തുണിയിലായിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മണം ബുദ്ധിമുട്ടാക്കൂല, പറ്റാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇഹ്റാമിന് ശേഷം, ഈ നിയ്യത്തിന് ശേഷം, തൽബിയത്ത് പറഞ്ഞതിന് ശേഷം തല മറക്കരുത്, കാല് മറക്കരുത്. ചുറ്റിത്തുന്നപ്പെട്ട, അതായത് തുന്നിയ ബനിയൻ, ഷർട്ട്, മറ്റേ ട്രൗസർ അതുപോലുള്ള ഒന്നും ധരിക്കരുത് ആണുങ്ങൾ. പെണ്ണുങ്ങൾക്കിതെല്ലാം ആവാം. അവർക്ക് നിഷിദ്ധമാകുന്നത് പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം മുഖം മറക്കരുത്. പക്ഷെ ആണുങ്ങളുടെ മുമ്പിലാണെങ്കിൽ മുഖം മറക്കണം. അത് പ്രത്യേക നിയമമാണ്. അന്യപുരുഷന്മാരൊന്നിച്ചുണ്ടെങ്കിൽ മുഖം മറച്ചിട്ട് തന്നെയാണ് യാത്ര ചെയ്യേണ്ടത്. ആരും ഇല്ലാത്ത സമയത്ത് മുഖം തുറന്നിടണം. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയാണ് സഹാബി സ്ത്രീകളെ പഠിപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു തആല അൻഹായും റസൂലുള്ളാഹി തങ്ങളും ഇവരൊക്കെ മറുവയിലിരിക്കുകയായിരുന്നു. ആ സമയത്തൊരു പുരുഷ സംഘം വന്നു. ആയിഷ ബി പറയുന്നു, ഞങ്ങളുടെ മുഖത്തേക്ക് നിഖാബ് ഇട്ടു. അവർ പോയപ്പോൾ ഞങ്ങൾ ഉയർത്തുകയും ചെയ്തു. അപ്പം നിഖാബ് ഉണ്ടെന്ന് മനസ്സിലായി. ഹജ്ജിൻ്റെ സമയത്ത് ഒറ്റക്കാണെങ്കിൽ നിഖാബ് ഇടണ്ടെന്ന് മനസ്സിലായി.
ഇതാണ് അതിൻ്റെ തെളിവ്. അതുപോലെ പല തെളിവുകൾ. പിന്നൊരു കാര്യം, പിന്നെ അത് നിങ്ങൾക്കൊന്നും ബാധകമാകുന്ന വിഷയമല്ല, കുറേ ആൾക്കാർ വേറെടുക്കല്ലേ, വിവാഹാലോചന, വിവാഹത്തെപ്പറ്റിയുള്ള സംസാരം, നിക്കാഹ്, ഇതെല്ലാം ഹറാമാണ്, ഒന്നും പറ്റില്ല. ഇപ്പം ബസ്സിലിങ്ങനെ യാത്ര ചെയ്യാൻ കുറേ ഹാജിമാർ ഇറാൻ കെട്ടിയിട്ട് അപ്പം ഇങ്ങനെ കുടുംബകഥകളൊക്കെ പറയുമല്ലോ. അപ്പം എനിക്കൊരു മോളുണ്ട്, അയാൾക്കൊരു മോനുണ്ട്, അപ്പം പിന്നെ നിക്കാഹ്, പിന്നെ കല്യാണം പറയലായി, പിന്നെ ഇതെല്ലാം ഹറാമാണ് ഈ ജോലി പൂർത്തിയാകുന്നത് വരെ. ഒരു ഈച്ചയെപ്പോലും കൊല്ലരുത്, ഒരു പച്ച ചെടീൻ്റെ കമ്പ് മുറിക്കരുത്. മരത്തിൻ്റെ കമ്പുകളൊക്കെ മുറിക്കുക, അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിൽ ഇലയൊടിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മുഹരിം അത്ര പവിത്രവും പരിശുദ്ധവുമാണ്. ഒരു ഈച്ചക്ക് പോലും ഉപദ്രവം ഉണ്ടാവില്ല ഒരു മുഹരിമിൽ നിന്ന്. അത്ര ക്ലിയർ ആയിരിക്കണം നമ്മൾ ജോലി പൂർത്തിയാകുന്നത് വരെ. ഇതൊരു പരിശീലനമാണ്, ട്രെയിനിങ് ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അനുസരിച്ച് ജീവിക്കാനുള്ളൊരു ട്രെയിനിങ്ങും കൂടിയാണ് ഹജ്ജും ഉംറയും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏതാണ്ട് മനസ്സിലായല്ല, കൂടുതൽ മസല പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ഇൻഷാ അല്ലാഹ് നമ്മൾ മക്കത്തെത്തും, നമ്മൾ നിശ്ചയിക്കപ്പെട്ട റൂമിലെത്തും. റൂമിലെത്തിക്കഴിഞ്ഞാൽ രാത്രി അവിടെ വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ തുണി ഈ ഇട്ട തുണി തന്നെ ആയിരിക്കണം. അത് പിന്നെ അതേ അവസരത്തിൽ മാറ്റുന്ന തുണി ഉടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ പാൻറ്റോ മറ്റോ ഇടാൻ പറ്റില്ല. ഉറങ്ങുമ്പം അങ്ങനെ തന്നെ ഉറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ തന്നെയാണ് ഉറങ്ങേണ്ടത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശീലിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തആല പറയും, മുടി ജടകെട്ടിയ മുടിയും പൊടി പുരണ്ട വസ്ത്രവുമായിട്ട് എൻ്റെ അടിമകൾ വന്നിരിക്കുന്നു എന്ന് അള്ളാഹു തആല മലക്കുകളോട് പറയും. അതുകൊണ്ട് ഫ്രഷായിട്ട് ഇപ്പം നല്ല 24 മണിക്കൂറും ഫ്രഷ് അങ്ങനെ ഉണ്ടല്ലോ. ഒരു ദിവസം 4 പ്രാവശ്യം ഡ്രസ്സ് മാറ്റൽ. നീ എത്ര പ്രാവശ്യം മാറ്റൽ? ഒരു ദിവസം 2 പ്രാവശ്യം മാറ്റും. മുടുക്കാൻ. നമ്മൾ 4 ദിവസം കൂടുമ്പോൾ മാറ്റൽ. അവിടെ ഒന്നുമില്ല. ഇവിടുന്ന് കൊടുത്ത തുണി, ആ തുണി തന്നെ കിടക്കലും, ആ തുണി തന്നെ ഉറങ്ങലും, എല്ലാ തുണി തന്നെ, ഒരു കുഴപ്പമില്ല. നാളെ പള്ളിയിൽ പോകണ്ടല്ലേ, അത് അങ്ങനത്തെ ഒന്നുമില്ല. ആ ജട പിടിച്ച ആ ഈങ്ങിയ തുണി കൊടുത്തിട്ട് തന്നെ അങ്ങ് പോയാൽ മതി. അടിമ, വെറു കാലി അടിമ അള്ളാഹുവിൻ്റെ. അതുകൊണ്ടാണല്ലോ തുണി കൊടുക്കണേ. അതിലല്ലേ സൂട്ടും കോട്ടും പാൻറ്റും തന്നെ ഇട്ടിട്ട് പോയാൽ പോരെ. തുണി കൊടുത്തിട്ട് പോക്കന്നെ അടിമയാണ്, അടിമത്വമാണ്. ഞാനൊന്നുമല്ല അള്ളാഹുവേ, നീ എല്ലാമാണ്, ഞാനൊന്നുമല്ല. അള്ളാഹിനെ ബോധിപ്പിക്കുകയാണ് ആജിമാൻ. ആ കൂടുതൽ രാജാക്കന്മാരുണ്ടാവും, അവരും ഇങ്ങനെ തന്നെ. മന്ത്രിമാരുണ്ടാവും, അവരും ഇങ്ങനെ തന്നെ. അടിമകളുണ്ടാവും, അവരും അങ്ങനെ തന്നെ. എല്ലാം അള്ളാഹിൻ്റെ മുമ്പിൽ എത്തിയാൽ എല്ലാവരും ഒരേപോലത്തെ അടിമ അല്ലേ? ആർക്കും ഒരു പ്രത്യേകതയില്ല. പിന്നെന്തിനാണ് ഇത് പത്രാസ് വന്നില്ലേ? അപ്പോൾ രാവിലെ സുബഹിക്ക് ഇൻഷാ അല്ലാഹ് നേരത്തെ കാലത്തെ എഴുന്നേൽക്കിൻ. എന്നിട്ട് കാരണം നിങ്ങളെ റൂം ഏതാണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അജിയാദിലാണ് ആ റൂം. നടക്കേണ്ട ദൂരേ ഉള്ളൂ. ഒരു 5:30 മണിക്കാണല്ലോ സുബഹി വന്നത്. ഒരു റാഹത്താണ്. ഒരു 4 മണിക്ക് തന്നെ സുബഹിക്ക് എഴുന്നേറ്റ് എന്നെ കുളിക്കാനൊന്നും മെനക്കാണ്ട, റാഹത്തായിട്ട് ഉള്ളുണ്ടാക്കി ബാത്റൂമിലെല്ലാം പോയി ഉള്ളെല്ലാം ഉണ്ടാക്കി എല്ലാവരും പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുക. സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ റൂമിലേക്ക് തിരിച്ചു വരിക. റൂമിലേക്ക് തിരിച്ചു വന്നാൽ പരിസരത്തൊക്കെ ഹോട്ടലുണ്ടെന്ന് തോന്നുന്നു. എല്ലാം കുറച്ച് ദൂരത്ത് പോയാൽ എന്തെങ്കിലും കിട്ടും. അവിടെ നടന്ന വഴിക്കോ കാണും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് എന്തെങ്കിലും സംതിങ് കഴിക്കുക. നാസ്തൻ്റെ സമയത്ത് നാസ്ത സംതിങ് അല്ല, റാഹത്തായിട്ട് കഴിക്കുക നാസ്ത. കാരണം ജോലിയുണ്ട്. കാരണം ജുമാ കഴിഞ്ഞിട്ടേ ഇനി ആടുന്ന് കളങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് വിശക്കുന്നതെന്ന് വെച്ചിട്ട് ബിലാൽ കരയാൻ കെട്ട ഒന്നും കിട്ടൂല. വെറും സംസം വെള്ളം മാത്രമേ കിട്ടൂ അതിനുള്ളത്. മതിയാ ഇൻഷാ അല്ലാഹ്. അങ്ങനത്തെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നത്. സംസം വെള്ളം ഭക്ഷണമാണ്, രോഗത്തിന് ശിഫയാണ്, എല്ലാമാണ്. ശരി. അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ നാസ്ത. ഒരു 8 മണിക്ക് ഇൻഷാ അല്ലാഹ് ഇറങ്ങിയാൽ മതി. റൂമിൽ നിന്ന് ഒരു 8 മണിക്ക് ഇറങ്ങിയാൽ മതി. കാരണം വെയിൽ വിഷയമല്ല, ഇപ്പം നല്ല തണുപ്പല്ലേ. 8 മണിക്ക് എല്ലാവരും ഇറങ്ങുക, തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് പോവുക. ഇനിയാണ് ജോലി തുടങ്ങുന്നത്. 2ാമത്തെ ജോലി. ഇതൊക്കെ 1ാമത്തെ കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞതുകൊണ്ട്. 2ാമത്തെ ജോലി കഅബത്തെ 7 പ്രാവശ്യം ചുറ്റുക. ഇതാണ് 2ാമത്തെ ജോലി. 1ാമത്തെ ജോലിയുടെ പേരെന്താ പറഞ്ഞത്? ഇഹ്റാം. ഉംറയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാം. 2ാമത്തെ ജോലി ഉംറയ്ക്ക് വേണ്ടിയുള്ള തവാഫ്. തവാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ചുറ്റുക എന്നാണ്. കഅബത്തെ 7 പ്രാവശ്യം ചുറ്റുക. മൊത്തത്തിൽ പറഞ്ഞാൽ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി
കഅബത്തെ 7 പ്രാവശ്യം ചുറ്റി ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു ചുറ്റലായി. അതേപോലെ 2 ചുറ്റൽ, അതേപോലെ 3 ചുറ്റൽ, അതേപോലെ 4, 5, 6, 7. രണ്ടാമത്തെ ജോലി പൂർത്തിയായി. അതെങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്നും ചൊല്ലു ഒരുമാക്കളുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അവിടെ ചൊല്ലാനുള്ള കാര്യങ്ങൾ, പറയാനുള്ള കാര്യങ്ങളൊക്കെ ഫത്വത്തി നന്നായിട്ട് പറഞ്ഞു തരും. നിസാർ മൗലവി ഉണ്ടല്ലോ, അവിടെ ഒന്നും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരും. ഇപ്പോഴേ പഠിച്ച് കാണാപ്പാടം പഠിക്കാൻ മെനക്കെട്ടാവുന്ന സംഗതി നടക്കൂല. അവിടെ എത്തിയിട്ട് പഠിച്ച അത്രയേ ഉള്ളൂ. നാവ് കൊണ്ട് ചൊല്ലാൻ വളരെ കുറച്ചേ ഉള്ളൂ. ഹജ്ജിനും ഉംറക്കും തടിയുകൊണ്ട് ചെയ്യാനാണ് ജോലിയുള്ളത്. നാവ് കൊണ്ട് പറയാൻ ഇപ്പം തന്നെ ഇഹ്റാമിൽ ഇത്രയും പറഞ്ഞപ്പോൾ ഫർളായ എത്രയേ ഉള്ളൂ? ലബ്ബൈക്ക് അല്ലാഹുമ്മ ബി ഉംറത്തിൽ ലബ്ബൈക്ക്. ഇതാണ് ഇപ്പം നാവ് കൊണ്ട് പറയേണ്ടത്. ബാക്കിയൊന്നും നാവ് കൊണ്ട് പറയേണ്ടതല്ല. ഇതേപോലെ തന്നെ എല്ലാ ജോലിയും. അപ്പോൾ 7 പ്രാവശ്യം കഅബത്തെ ചുറ്റും നമ്മൾ. അപ്പോൾ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ആ മുറ്റത്തിറങ്ങുമ്പോൾ കഅബത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ഭാഗത്ത് ഇവരെല്ലാം മാറ്റി നിർത്തണം. ഒരു 5-10 മിനിറ്റ് ദുആ ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കണം. നേരെ തന്നെ ഹജറുൽ അസ്വദിനടുത്തേക്ക് പോകരുത്, ദുആ ചെയ്യുക. കാരണം കഅബത്തെ ആദ്യമായി കാണുമ്പോഴുള്ള ദുആ സ്വീകരിക്കപ്പെട്ട ദുആ ആയിരിക്കും. നേരത്തെ നമ്മൾ ഇഹ്റാമിൻ്റെ ദുആ പറഞ്ഞതുപോലെ. അപ്പോൾ അവിടെ എല്ലാവരും കൂടി നിങ്ങൾ 12 ആളും നിന്ന് ഒരാൾ ദുആ ചെയ്ത് ബാക്കിയുള്ള ആമീൻ പറയാൻ നിൽക്കണ്ട. അവനാൻ ഒന്നും ദുആ ചെയ്യാൻ അറിയില്ലേ, കരഞ്ഞാൽ മതി അല്ലാഹുവിനോട്. 1000 വാക്കുകൾക്ക് പകരമാണ് ഒരിറ്റ് കണ്ണീര് അല്ലാഹുവിന്. ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ കിട്ടുന്നുണ്ടാവില്ല, മനസ്സിലുണ്ടാവും. ചിലപ്പോൾ നമുക്ക് മലയാളികൾക്ക് അങ്ങനെ ദുആ ചെയ്ത് ശീലമുള്ളൂ. കാരണം ഈ ഉസ്താദന്മാർ ദ്വാരക്കുമ്പോൾ ആമീൻ പറഞ്ഞ ശീലം ഉണ്ടാവുള്ളൂ, സ്വന്തം ദുആ ചെയ്ത് ശീലം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് വാക്കുകൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതെല്ലാം മാറ്റിയേ പറ്റൂ, അത്രയെല്ലാം മാറ്റിയേ പറ്റൂ. അപ്പോൾ അവിടെ പെട്ടെന്നൊന്നും കിട്ടുന്നില്ലെങ്കിൽ മനസ്സിൽ വരുന്ന ചിന്തകൾ വിങ്ങിപ്പൊട്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരിറ്റ് കണ്ണീര് സാക്ഷിയാക്കുക. അള്ളാഹിനോട് കരഞ്ഞിട്ടുണ്ടോ വല്ലപ്പോഴും? ഓർക്കുന്നില്ല. നീ കരഞ്ഞിട്ടുണ്ടോ? കരയണം, എല്ലാം ഓർത്ത് കരയണം. മനസ്സിലായില്ലേ? ഉപ്പാനെ, ഉമ്മാനെ, കുടുംബക്കാരെ, ജ്യേഷ്ഠാനുജന്മാരെ, പെങ്ങന്മാരെ എല്ലാവരെയും ഓർത്ത് അള്ളാഹുവിനോട് ഇങ്ങനെ പൊട്ടിക്കരയണം കഅബത്തിൻ്റെ മുമ്പെന്ന്. കഅബം കാണുമ്പോൾ തന്നെ കരയണം എന്നതാണ്, അത് മുഅ്മിൻ്റെ അടയാളമാണ്. അത് ഞാൻ എന്നെ ആരെയും കാണുന്നുണ്ടോ അതൊന്നും നോക്കണ്ട. എന്നെ ആരെയും കാണുന്ന അകത്തെ പ്രശ്നം ഞാനും അള്ളയും മാത്രം. ആൾക്കാരിൽ 10,000-കണക്കിന് ആളുണ്ടാവും. അത് കരച്ചിക്കലും വിളിക്കലും. അപ്പം ഞാൻ കരയുമ്പോൾ എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി നാണിച്ചിട്ട് കരയാണ്ടിരിക്കണ്ട. നാണിച്ചിട്ടുള്ളൊരു പരിപാടി അള്ളാഹിൻ്റെ മുമ്പിലില്ല. ധൈര്യമായിട്ട് ആരെന്ത് കണ്ടാലെന്താ, ആര് പറഞ്ഞാലെന്താ, ഞാനും എൻ്റെ അള്ളാഹും തമ്മിലുള്ള ബന്ധം. അപ്പോൾ 7 ചുറ്റ് പൂർത്തിയായതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കണം. അതിന് തവാഫിൻ്റെ 2 റക്അത്ത് എന്നാ പറയുക. ഉസ്താമാർ പറഞ്ഞൊരു ഇൻഷാ. രണ്ടാമത്തെ ജോലി പൂർത്തിയായി. ഇത് കഴിഞ്ഞിട്ട് സംസം വെള്ളം കുടിക്കണം, വയറ് നിറച്ചും കുടിക്കണം. മുഅ്മിനീങ്ങൾ വയറ് നിറച്ചും കുടിക്കും, മുനാഫിക്കീങ്ങൾ ദാഹം തീരാൻ മാത്രം കുടിക്കുമെന്നാണ്. കപടവിശ്വാസികൾ ദാഹം തീരാൻ മാത്രം കുറച്ച് കുടിച്ചു. മുഅ്മിനീങ്ങൾ വയറ് നിറച്ച് കുടിക്കും. കുടിച്ച് വയറ് നിറക്കും. മൂത്രമൊഴിക്കാൻ മുട്ടുന്ന അത് മൂത്രമൊഴിക്കാൻ പോയ സ്ഥലമുണ്ട് സഫാറിൻ്റെ ഇടയിൽ. കുടിക്കൽ ഒഴിവാക്കണ്ട. എന്നിട്ട് നമ്മൾ 3ാമത്തെ ജോലിയിലേക്ക് പ്രവേശിക്കുക. സഫ മറുവൻ്റെ ഇടയിൽ നടക്കുക. ഇതാണ് 3ാമത്തെ ജോലി. സഫ എന്നുള്ളൊരു മലയാണ്, മറുവ എന്നുള്ളത് വേറൊരു മലയാണ്. സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കണം, മറുവയിൽ നിന്ന് തിരിച്ച് വീണ്ടും സഫയിലേക്ക് വരണം. ഇപ്പം എത്ര നടത്തായി? 2. വീണ്ടും മറുവയിലേക്ക് പോകണം. എത്ര നടത്തായി? വീണ്ടും സഫയിലേക്ക് വരണം. എത്ര നടത്തായി? വീണ്ടും മറുവയിലേക്ക് പോകണം. 5. വീണ്ടും സഫയിലേക്ക് തിരിച്ചു വരണം. 6. വീണ്ടും ഇടത്തേക്ക് പോകണം, മറുവയിലേക്ക്. ഇപ്പം എത്രയായി? 2. 3ാമത്തെ ജോലി പൂർത്തിയായി. 7 നടത്തം. നേരത്തെ 7 തവാഫ്, ഇപ്പോൾ 7 നടത്തം. സഫയിൽ തുടങ്ങുക, മറുവയിൽ അവസാനിക്കും. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ അവർ റാഹത്തായിട്ട് ചെയ്യിപ്പിച്ചു തരും. ഇൻഷാ അല്ലാഹ്. ഇവിടെ എല്ലാം നിയ്യത്ത് എത്രയേ ഉള്ളൂ. തവാഫ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഉംറൻ്റെ തവാഫ്, ഇപ്പം നടക്കാൻ പോകുമ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഉംറൻ്റെ സഅയ് എന്ന് അതിന് പറയാം, നടത്തം, സഅയ്. മറുവയിലെത്തി ജോലി പൂർത്തിയായി. ആ ജോലിയും പൂർത്തിയായി. ഇപ്പം എത്ര ജോലി പൂർത്തിയായി? 3. 1ാമത്തെ ജോലി ഇഹ്റാം. അതെവിടെ വെച്ചാണെന്നത്? ധൂമിലും പിന്നെ മീഖാത്തിലും വെച്ച്. 2ാമത്തെ ജോലി എന്താണ്? തവാഫ്. എവിടെ ചെയ്യേണ്ടതാ? കഅബാലയത്തിന് ചുറ്റും നടന്നിട്ട് ചെയ്യേണ്ടത്. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. ചുറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 7 പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞാൽ എന്ത് വേണം? 2 റക്അത്ത് നിസ്കരിക്കണം. അതിന് തവാഫിൻ്റെ സുന്നത്ത് എന്നാ പറയാം. അത് കഴിഞ്ഞിട്ട് സംസം വെള്ളം വേറെ നിറച്ച് കുടിക്കണം.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സഫൻ്റെ അടുക്കിലേക്ക് പോകണം. അടുത്ത് തന്നെ, എല്ലാതിൻ്റെ ഉള്ളിൽ തന്നെ സഫാ മലയിലേക്ക് പോകണം. അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, എന്ത് ചൊല്ലണം, എന്ത് പറയണം എന്നൊക്കെ പറയണം. അത് കുറച്ചേ ഉള്ളൂ. 7 നടത്തം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 7 നടത്തം. അപ്പം മർവയിൽ അവസാനിക്കും. തുടക്കം സഫയിൽ, മർവയിൽ 7ാമത്തെ നടത്തം അവസാനം. 3ാമത്തെ ജോലി പൂർത്തിയായി. 4ാമത്തെ ജോലി, അതാണ് ശരിയായ ഷഹാദ. 4ാമത്തെ ജോലി ശരിയായ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അവിടെയാണ് വരിക. 4ാമത്തെ ജോലി, പുരുഷന്മാർ മുടി കളയണം. അല്ലാഹു അക്ബർ. അവിടെ എത്തുമ്പോഴാണ് ശൈത്താൻ വരും. തവാഫ് ഓക്കെ, സഅയും ഓക്കെ, മുടിൻ്റെ അടുത്ത് എത്തുമ്പോൾ ശൈത്താൻ വരും. ശൈത്താൻ വന്നിട്ട് പറയും, ഒരു 2 ഇങ്ങനെ നറുക്കി കളഞ്ഞേക്ക്, മുടിയും കളഞ്ഞിട്ട് മൊട്ടയായിട്ട് ഒമാനിലേക്ക് പോക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ. ശൈത്താൻ വരും. അല്ലാഹു തആല പറയുന്നു, നിന്റെ മുടിയാണ് എനിക്ക് ആവശ്യം. പുരുഷന്മാരിൽ നിന്ന് 2 പ്രാവശ്യമാണ് അല്ലാഹു തആല മുടി ആവശ്യപ്പെടുന്നത്. ഒന്ന് പ്രസവിച്ച ഉടനെയുള്ള മുടി, പിന്നെ ഒന്ന് ഹജ്ജും ഉംറയും ചെയ്ത് പൂർത്തിയാക്കേണ്ട മുടി. ഇത് അള്ളാഹ് ആവശ്യപ്പെടുന്ന മുടിയാണ്. അള്ളാഹ് ആവശ്യപ്പെടുന്ന സമയത്ത് 2 രോമം നീക്കിയിട്ട് തമിഴൻ്റെ ഭാഷയിൽ രോമത്തിന് എന്താ പറയാന്നറിയാമോ? ഇപ്പം പറയുന്നില്ല, നിങ്ങൾ ആരോടും ചോദിച്ചു നോക്കിയാൽ മതി. മോശപ്പെട്ട വാക്കാണ് തമിഴൻ പറയുന്ന വാക്ക്. 2 മുടി മുറിച്ചിട്ട് വേണമെങ്കിൽ പിടിച്ചോ എന്നല്ലാനോട് ഒരിക്കൽ ചെയ്ത് മുടി മൊട്ടയാക്കണം. മുഹല്ലിഖീന റൂസക്കും വ മുഖസ്സിരീൻ, മുടി കളയുക. ഇത് ഉംറൻ്റെ 4ാമത്തെ ഫർളാണ്. അതെങ്കിലേ ഉംറ സഹിയാവുള്ളൂ. ഞാൻ എന്താ അത്ര ഊന്നി പറയാൻ കാരണം എന്നറിയോ? നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെ എത്തുമ്പം എല്ലാവരും ഉസ്താദെ, അത്ര പോരെ ഉസ്താദെ, നെറുക്കിയാൽ പോരെ ഉസ്താദെ, ഒന്ന് ചെത്താക്കിയ പോരെ ഉസ്താദെ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. ഉസ്താദെ, ഒമാനിലേക്ക് ഒരു സ്കൂളിലൊക്കെ പോകേണ്ടതാണ് ഈ മൊട്ടത്തലയായിട്ടും. ഒരു കുഴപ്പമില്ല. എടപ്പാടൻ്റെ മുടി ഞാൻ എൻ്റെ അള്ളാഹ് കൊടുത്തു, മക്കത്ത് പോയിട്ട്. ആർക്കും ഒരു പ്രശ്നമില്ല. അങ്ങനെ ധൈര്യമായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ആര് ചോദിച്ചാൽ ചങ്ങായിമാർ ചോദിക്കുന്ന മുടി എടപ്പോയടാ, ഞാൻ എൻ്റെ അള്ളാഹ് കൊടുത്തു മുടി. അള്ളാഹ്ക്കോ? അതേടാ, ഞാൻ ഉംറക്ക് പോയിരുന്നു, എൻ്റെ അള്ളാഹു മുടിക്ക് ആവശ്യപ്പെട്ടു, ഞാൻ കൊടുത്തു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. മുടി കളയലോടുകൂടി ഉംറൻ്റെ അഅ്മാലുകൾ പൂർത്തിയായി. പെണ്ണുങ്ങൾ മുടി കളയണ്ട. അല്ലാഹു തആല ഒരു ഔദാര്യം കാണിച്ചതാണ് പെണ്ണുങ്ങളോട്. നിങ്ങൾ താഴ്ഭാഗത്തുനിന്ന് 1 ഇഞ്ച് നീളത്തിന് മുറിച്ച് കളഞ്ഞാൽ മതി. അതോടുകൂടിയേ ഈ മേൽപ്പറയപ്പെട്ട ജോലിയൊക്കെ ഇനി അനുവദനീയമാവുന്നുള്ളൂ. മുടി കളയാൻ താമസിച്ചാൽ ഇഹ്റാമിൽ തന്നെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൻഡ് ബാഗിൽ ഒരു കത്രിക കരുതിക്കോളി. ചെറിയ കത്രിക, സ്ത്രീകളുടെ ചെറിയൊരു കത്രിക അവിടെ വെച്ച് തന്നെ അങ്ങ് മുറിക്കാം. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ അവർ കാണിച്ചു തരും. ബാർബർ ഷാപ്പുണ്ട്, ഇഷ്ടം പോലെ ബാർബർ ഷാപ്പുണ്ട്. ബാർബർ ഷാപ്പിൽ പോയിട്ട് ആണുങ്ങളെ മാതിരി അതൊന്ന് മുടി കളയെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ 25 റിയാലും ആവും. അതേ ദിവസത്തിൽ എത്ര പൈസ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 15, 10, അവസാനം 5 വെക്കും. ഇതിന് കാര്യം മനസ്സിലായില്ലേ? അതുകൊണ്ട് വില അങ്ങനെ പേശല് നാണക്കേടൊന്നും ആണ്ട. അഡ്വാൻസ് ആയിട്ട് പൈസ പറഞ്ഞിട്ടൊക്കെ കയറിയാൽ മതി, അല്ലെങ്കിൽ അവർ പറയുന്ന പൈസ ഓർക്കേണ്ടി വരും. പാകിസ്ഥാനികളായിരിക്കും കൂടുതൽ ഈ മുടികളെന്ന് പറയുകയെ. ബാർബർ ഷാപ്പ് ഇഷ്ടം പോലെയുണ്ട്, 100 ബാർബർ ഷാപ്പാണ്. മുടി കളയാം. സ്ത്രീകൾ പിന്നെ മർവയിൽ ജോലി കഴിഞ്ഞ ഉടനെ തന്നെ മുറിച്ച് കളഞ്ഞാൽ മതി. അവിടെ നിന്ന് ആ കത്രി വേഗം, അവിടെ എല്ലാം കത്രിയും കൊണ്ട് ആൾ നിൽക്കുന്നുണ്ടാവും. അതൊന്നും നിൽക്കണ്ട. നമ്മളെ വേഗം എടുത്തിട്ട് ആദ്യം അവനവൻ്റെത് അവനവൻ കളയുക. അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ആരും കളയാൻ പറ്റൂല. കാരണം നമ്മൾ കളഞ്ഞിട്ടില്ല. അവനവൻ കളഞ്ഞെങ്കിലേ മറ്റുള്ളവരുടെ കളയാൻ പറ്റുള്ളൂ. ആദ്യം അവനവൻ്റെ കാര്യം ചെയ്യും. അതുകൊണ്ടാണ് ബാർബർ. അപ്പോൾ പെണ്ണുങ്ങൾ പിന്നെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ മക്കറിൻ്റെ ഉള്ളിൽ നിന്ന് മുടി എടുത്തിട്ട് വെച്ചിട്ട് അവിടെ വേസ്റ്റ് ബോക്സ് ഉണ്ടാവും, ബാസ്ക്കറ്റ് ഉണ്ടാവും, അതിലിട്ടാൽ മതി. പിന്നെ ആ കളഞ്ഞാൾ പിന്നെ ഉമ്മ അങ്ങനെ സ്വന്തം കളിയുക. അതിന് ശേഷം പിന്നെ 2 മക്കളെ പൊടി 1 ഇഞ്ച് ഏറി വന്നാൽ 1 ഇഞ്ച്, അതിൽ കൂടെ ഉണ്ടാ. ഏറി വന്ന 1 ഇഞ്ച് അള്ളാൻ്റെ കൽപ്പന. അതെന്തിനാണത്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് പറഞ്ഞാൽ ഞാൻ തയ്യാറാണ്. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നിന്റെ മുഹമ്മദ് നബി എന്താണോ കാണിച്ചു തന്നത് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മുഹമ്മദ് നബി മുടി കളയുകയായിരുന്നു ചെയ്തത്, അതുകൊണ്ട് ഞാനും മുടി കളയും. മുഹമ്മദ് നബി ഒന്നിച്ചുള്ള പെണ്ണുങ്ങളോട് മുടി മുറിക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ട് എൻ്റെ പെണ്ണുങ്ങൾ മുടി മുറിച്ചാൽ മതി. ഉംറ പൂർത്തിയായി, മാഷാ അല്ലാഹ്. റൂമിൽ വരിക, മുടിയും കളഞ്ഞിട്ട് പോയാൽ മതി റൂമിലേക്ക്. അവിടെ എല്ലാം ബാർബർ ഷാപ്പ് ഉണ്ടാവും, എന്നാലും മുടി കളഞ്ഞിട്ട് റൂമിലേക്ക് പോയാൽ മതി. റാഹത്തായിട്ട്
അപ്പം വേറൊരു വിഷയമാണ്. ഇത്രയും ജോലി ചെയ്യുമ്പോഴേക്ക് ഏതാണ്ട് ജുമാൻ്റെ സമയമാവും. നിങ്ങളെ മറുവയിൽ സഴി നടത്തം പൂർത്തിയാകുമ്പോഴേക്ക് ജുമാൻ്റെ സമയമാവും. കാരണം 12:4 ളുഹർ ബാങ്ക്, 12:20 അപ്പോൾ പെട്ടെന്ന് സാവധാനത്തിൽ, അതിനാണ് ഞാൻ നാസ്ത വിസ്തരിച്ചിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞത്. സാവധാനത്തിൽ ചെയ്താൽ മതി ജോലി. ജുമയൊക്കെ അവിടെ തന്നെ ഇരിക്കുക, ഈ സഫയിൽ തന്നെ ഇരിക്കുക. അതെല്ലാം നിസ്കരിക്കുന്ന സ്ഥലമാണ്, സഫ മറുവിൻ്റെ ഇടയിൽ നിസ്കരിക്കുന്ന സ്ഥലമാണ്. അപ്പം മറുവ ഇനി ഇടയ്ക്ക് പൂർത്തിയാണ്ട് നിൽക്കില്ല, അത്ര തിരക്കുള്ള സമയമൊന്നുമല്ല. എല്ലാം ഇതെല്ലാം തവാഫിന് ഏടി വന്നാൽ ഒരു 3/4 മണിക്കൂർ 7 ചുറ്റി കിട്ടാൻ. പിന്നെ വെള്ളമെല്ലാം കുടിച്ച് നടന്നപ്പുറത്തുമ്പോൾക്ക് ഒരു മണിക്കൂർ കൂട്ടി, ഒരു അരമണിക്കൂർ കൂട്ടിക്കോ, ഒരു 1.5 മണിക്കൂർ. സയ്യ് പൂർത്തിയാവാൻ ഏറി വന്ന 1 മണിക്കൂർ. അപ്പോൾ 8-8:30 ഇറങ്ങിക്കഴിഞ്ഞാൽ 9:30, 10:30, 11:30 ആകുമ്പോഴേക്കെല്ലാം തീരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് തീർന്ന് അവിടെ തന്നെ ഇരിക്കുക, പുറത്തോട്ടും പോകണ്ട. ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ബാത്റൂം നിസാർ മൗലവിക്ക് അറിയില്ല, ബാത്റൂം സഫയിൽ നിന്ന് പോകേണ്ട ബാത്റൂം ഫത്തൂദിനറിയാം. അവിടെ തന്നെ ഇഷ്ടംപോലെ ബാത്റൂമുണ്ട്. അവിടെ പോയി ബാത്റൂമിൽ പോയി അവിടെ തന്നെ സഫയിൽ തന്നെ കയറി വന്നാൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ചില സാങ്കേതിക കാര്യങ്ങൾ. ഒന്ന്, എഹ്റാമിൻ്റെ തുണി തവാഫ് ചെയ്ത് സയ്യ് കഴിഞ്ഞാൽ പിന്നെ കഅബത്തിനുള്ളിലേക്ക് വിടൂല, ആ ഗേറ്റൊന്നും വിടൂല. കാരണം പുതുതായിട്ട് വരുന്ന തവാഫ് ചെയ്യാൻ വരുന്നവരെ മാത്രമേ അങ്ങോട്ട് വിടുകയുള്ളൂ. ഇപ്പോഴത്തെ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയാണ്. അതായത് നിർബന്ധമായി ചെയ്യുന്നവർ, അല്ലെങ്കിൽ എല്ലാവരും പോകും തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആജിമാർക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഅബത്തിൻ്റെ അടുത്തേക്ക് ജുമയ്ക്ക് കൂടാൻ വേണ്ടി വരാൻ കഴിയില്ല. കാരണം നിങ്ങൾ അപ്പുറം എത്തിപ്പോയി. അതുകൊണ്ട് അവിടെ തന്നെ കൂടിയാൽ മതി ഇൻഷാ അല്ലാഹ്. ജുമയ്ക്ക് വളരെ ദൂരം പോകണ്ട. ബാത്റൂമിൽ പോയിട്ട് അതിനുള്ളിൽ തന്നെ കടന്നു വരാൻ പറ്റും, സഫയിലേക്ക് കടന്നു വരാൻ പറ്റും, സഫ മറുവിൻ്റെ ഇടയിലേക്ക് കടന്നു വരാൻ പറ്റും. പക്ഷേ പിന്നെ കഅബത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പോലീസുകാർ തടയും. അവിടെ പള്ളിയിലേക്കെല്ലാം വരാം. കഅബത്തിൻ്റെ അടുത്തേക്ക് മതാഫ് ചുറ്റുന്ന സ്ഥലം, അടുത്തേക്ക് പോകാൻ പറ്റില്ല, അതേ ഉള്ളൂ. പള്ളിയിലേക്ക് വരാം, പള്ളിയിൽ എവിടെയും വരാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ജുമാ നിസ്കാരവും കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോവുക. റൂമിൽ പോയിട്ട് കുളിച്ച് സാധാരണ പോലത്തെ ഡ്രസ്സ്, നല്ല ഇതേപോലത്തെ ഡ്രസ്സ്, റാഹത്തുള്ള ഡ്രസ്സ്, എന്നിട്ട് ഭക്ഷണത്തിൻ്റെ ഓർഡർ ചെയ്താൽ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്ന ഹോട്ടലാണ് കടയെല്ലാം മന്തിയൊക്കെ കിട്ടുന്ന കടകൾ ഇഷ്ടം പോലെയുണ്ട് മലയാളികളുടെ. ഭക്ഷണം കഴിക്കുക, അസറാവുമ്പോൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹറമിലേക്ക് വരും. പിന്നെ വേറെ ജോലിയൊന്നുമില്ല, ഉംറ പൂർത്തിയായി. അടുത്ത ജോലി നിങ്ങൾ ചൊവ്വാഴ്ച എപ്പോഴാണ് തിരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ലേ? അപ്പം വെള്ളിയും കഴിഞ്ഞിട്ട് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ നിങ്ങൾ 3 ദിവസം ഫുള്ളായിട്ട് അവിടെ ഉണ്ടാവും. അവിടെ ചെയ്യേണ്ട പ്രത്യേക ജോലി ഹറമിൽ പോയിട്ട് തന്നെ നിസ്കരിക്കുക. 1,00,000 സവാബ് പ്രതിഫലം കിട്ടുന്ന നിസ്കാരമാണ് കഅബത്ത്. ഇവിടെ 1000ആണ്, അവിടെ 1,00,000. അതുകൊണ്ട് നിസ്കാരം പിന്നെ പള്ളിയിൽ പോയിട്ട് തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ ചെയ്യേണ്ട കുറച്ച് ജോലികളുണ്ട്. ഇവിടെ സിയാറത്തുകൾ, സന്ദർശനങ്ങൾ ഒന്നിച്ചുണ്ടല്ലോ. അപ്പം പിന്നെ ഒരു വണ്ടി, ഇതേപോലത്തെ ഒരു വണ്ടി ആക്കിയാൽ മതി. ഈ വണ്ടി നിങ്ങളവിടെ വിട്ടിട്ട് ഇങ്ങോട്ട് വരുമല്ലോ, അവിടെ നിന്ന് ഒരു വണ്ടി ആക്കിയാൽ മതി. ഒന്നുമില്ല, പ്രത്യേകമായിട്ട് മദീനത്തെ മാതിരി ഇബാദത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, കാണാൻ വേണ്ടി മാത്രം. ഒന്ന്, അഷ്റഫുൽ ഖൽക്ക് വഹയിറങ്ങിയ ജബൽ നൂർ, ഹിറാമല കാണാം. പിന്നെ റസൂലുള്ളാഹി ഞങ്ങൾ മദീനത്തേക്ക് പോകുമ്പം ഒളിക്കാൻ വേണ്ടിയിട്ട് കയറിയ ഗുഹയുള്ള മല, സൗർ മല. പിന്നെ അറഫ, മിന, മുസ്ദലിഫ, ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ കാണാനുള്ളത്. തിരിച്ചു വരുന്ന സമയത്ത്, റൂമിലേക്ക് വരുന്ന സമയത്ത് ജന്നത്തുൽ മുഹല്ല, അതായത് ഖദീജ ബീബി അടക്കമുള്ളവരെ കബറടക്കിയിരിക്കുന്ന ഖബറിസ്ഥാൻ, അതിലെ വഴിയാണ് വരിക. വണ്ടി നിർത്തിയിട്ട് ഇറങ്ങണമെന്നില്ല, അവിടെ നിന്ന് സലാം പറഞ്ഞാൽ മതി. ഇത്രയും ജോലികൾ പൂർത്തിയാക്കിയാൽ മതി. അതോടുകൂടി ഉംറ പൂർത്തിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ രീതിയിൽ മഖ്ബൂലായ മബ്റൂറായ ഉംറ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.